കൊടുക്കാതെ പള്ളിയിൽ നിന്ന് കമ്മിറ്റിക്കാർ പുറത്താക്കി. എന്തുകൊണ്ടാ? കള്ളുകുടിച്ചവനെ മയ്യത്ത് നിസ്കരിക്കാൻ ആരാ പള്ളിക്കകത്ത് കയറ്റുക? വാപ്പാടെ മയ്യത്താന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, പള്ളിയിൽ നിന്ന് പുറത്താക്കി. ആ ദേഷ്യം കൊണ്ട് ഇന്നുവരെ വാപ്പാന്റെ ഖബറിന്റെ അരികിലേക്ക് അവൻ പോയിട്ടില്ല. 20-22 വർഷം പൊന്നുമോന് കൊടുത്ത ഭക്ഷണത്തിന്റെയും സ്നേഹത്തിന്റെയും ആദരവിനും തിരിച്ചു കൊടുത്ത പണിഷ്മെന്റാണ്. അള്ളാഹു നമ്മളെയൊക്കെ കാത്തിരക്ഷിക്കട്ടെ. നമുക്ക് ആകെ കിട്ടാനുള്ളത്, നമുക്ക് ജീവിതത്തിൽ ഒന്നും തന്നില്ലെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ നമ്മളെ ഒന്ന് നോക്കാൻ, നമ്മുടെ ഖബറിലേക്ക് വരാൻ. ഇന്ന് ഉപ്പായ അടക്കിയാൽ ഒരാഴ്ച കഴിയുമ്പോൾ മക്കൾ തലചൊറഞ്ഞുകൊണ്ട് പള്ളിപ്പറമ്പിൽ നിൽക്കും. ഉപ്പാടെ ഖബർ എവിടെയാണ്? ഇവിടെ ആയിരുന്നു, ഇങ്ങനെ നിൽക്കും. ഇതാണ് നമ്മുടെ മക്കളുടെ അവസ്ഥ. എന്നാൽ ഇവിടെ ഇരിക്കുന്ന 50-60 ഒക്കെ വയസ്സായവരോട് ചോദിച്ചാൽ അവരുടെ ഉപ്പമാരുടെ ഖബർ പള്ളിപ്പറമ്പിൽ 100 പേര് 1000 പേര് അതിനുശേഷം അടക്കിയാലും അവർ കാണിച്ചു തരും, അതാണ് എന്റെ ഉപ്പാടെ ഖബർ, അതാണ് എന്റെ ഉമ്മാടെ ഖബർ. ആ ഒരു ഓർമ്മശക്തി നമുക്ക് മക്കൾക്കുണ്ടാകണമെങ്കിൽ ആ മക്കളെ ദീനുള്ളവരാക്കി നമ്മൾ മാറ്റണം. അള്ളാഹു തൗഫീഖ് തരട്ടെ. ഇവിടെ എത്രയോ മക്കളെ ഞാൻ കണ്ടു, എത്രയോ മക്കളെ കണ്ടു. ഒരുപാട് ഫാമിലികളുടെ മനസ്സിനെ പിടിച്ചുകുലുക്കിയ മക്കളുണ്ട്, ദീനുള്ള മക്കൾ. അവര് പോലും അത്ഭുതപ്പെട്ടു പോയ മക്കളുണ്ട്. അള്ളാഹു അവർക്ക് ദീർഘായുസ് കൊടുക്കട്ടെ. ആലിമീങ്ങളും ഹാഫിളുകളുമാക്കി അള്ളാഹു തിരിച്ചു കൊണ്ടുവരുമാറാകട്ടെ. ഒരാളെയെങ്കിലും ഹാഫിളാക്കി വലിയ നേട്ടമാണ്. ഒരാളെയെങ്കിലും ഇൻഷാ അല്ലാഹ് ഹാഫിളാക്കണം നമ്മുടെ മക്കളിൽ. അള്ളാഹു നമ്മുടെ പ്രിയപ്പെട്ട മക്കളെ ഹാഫിളീങ്ങളും ആലിമീങ്ങളുമാക്കി തരുമാറാകട്ടെ. എന്റെ മകനോട് ഞാൻ ചോദിച്ചു, നിനക്ക് ആരാകണമെന്ന് ചോദിച്ചു. ആരാകണം? വലിയ കൊതിയാണ് എന്റെ മനസ്സിൽ, ഹാഫിളാക്കണം. 3 മക്കളെ ഹാഫിളാക്കണമെന്ന് വല്ലാത്ത ആഗ്രഹമാണ്. 3 കൊതിക്കുമ്പോൾ ഒന്നിനെങ്കിലും അള്ളാഹു ആക്കി തരുമല്ലോ. അങ്ങനെ ഒരു ദിവസം ഞാൻ ചോദിച്ചു, നിനക്ക് ആരാവാനാണ് ആഗ്രഹം? ടീച്ചർമാരൊക്കെ ഇങ്ങനെ ചോദിക്കലുണ്ടല്ലോ. അങ്ങനെ ചോദിച്ചപ്പോൾ അവനിങ്ങനെ പറഞ്ഞു. ഞാൻ ചോദിച്ചു, ഉസ്താദാകണോ? സാധാരണ ഉസ്താദന്മാരും അവരെ മക്കളെ ഉസ്താദാക്കുന്നത് വളരെ അപൂർവമാണ്. കാരണം എന്താ? നമ്മൾ തന്നെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അവരോട് വേണ്ടെന്നുള്ള രീതിയിലാണ്. നമ്മുടെ നാട്ടിലൊക്കെ പല സ്ഥലത്തും അങ്ങനെയാണ്. പക്ഷേ ഇപ്പോ കുറച്ച് അതൊക്കെ ഒന്ന് വ്യത്യാസമായിട്ടുണ്ട്. കാരണം അള്ളായെ പേടി പഴക്കം തുടങ്ങി. സുനാമിയൊക്കെ പെട്ടെന്ന് വന്നു തുടങ്ങിയപ്പോൾ ഒന്ന് പേടിച്ചു തുടങ്ങിയിട്ടുണ്ട്. കാരണം അതുകൊണ്ട് ചെറിയൊരു ഭയമൊക്കെ വന്ന് പഴയതുപോലെ അല്ല. ഞാൻ ചോദിച്ചു, ഉസ്താദാകണോ, ഹാഫിളാകണോ, ഡോക്ടറാകണോ, വക്കീലാവണോ, എഞ്ചിനീയർ ആവണോ, എന്താവണോ എന്ന് ചോദിച്ചു. അവൻ എന്നോട് പറഞ്ഞ മറുപടി എന്താണെന്നറിയൂ? അവന് ഡ്രൈവർ ആവണോ. എന്റെ ഭാര്യ പറയാണ് എന്നോട്, നിങ്ങളല്ലേ പറഞ്ഞ അവൻ ആപ്പിളല്ലേ നിങ്ങൾ മുന്തിരിയാക്കുക നിങ്ങൾ. അവന് എന്നും ഇത് തന്നെ സദസ്സിൽ ഇതുവാ. അവനോട് ചോദിച്ചപ്പോൾ പറയാം, എനിക്ക് ഡ്രൈവർ ആയിരുന്നു. ഞാൻ പറഞ്ഞു, എന്താ അങ്ങനെ പറഞ്ഞ്? ഏത് വണ്ടിയുടെ ഡ്രൈവർ ആവണം? എനിക്ക് സ്കൂൾ വണ്ടിയുടെ ഡ്രൈവർ. അല്ലാഹുവേ, വേറെ ഒരു വണ്ടിയും കിട്ടിയില്ല, 200 പേരെയും കുത്തി നിറച്ച് സ്കൂൾ വണ്ടി ആയാൽ മതി. കാരണം അവൻ എന്താണെന്നറിയോ ആലോചിക്കുന്നത്? ഞാൻ ചോദിച്ചു, എന്താണ് അങ്ങനെ? സ്കൂൾ വണ്ടി ആകുമ്പോൾ വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല. രാവിലെ 8 മണിക്ക് സ്കൂളിൽ കൊണ്ടാക്കിയാൽ 3 മണി വരെ കിടന്ന് ഉറങ്ങാന്ന്. പിന്നെ 3:30 സ്കൂൾ വിടുമ്പോൾ തിരിച്ചുണ്ടാക്കിയാൽ മതിയല്ലോ. നല്ല ഡ്യൂട്ടി, ഒരു ബുദ്ധിമുട്ടുമില്ല. ആലോചിച്ച് നോക്കി. ഇപ്പോഴേ ഏകദേശം 6 വയസ്സ് കഴിഞ്ഞപ്പോഴേ അവന്റെ മനസ്സിൽ അതാണെങ്കിൽ എന്തായിരിക്കും പടച്ചവനെ. ഞാനിങ്ങനെ ആലോചിക്കാം. ഞാൻ എന്നിട്ട് ഇങ്ങനെ ഓരോ ദിവസവും ഇങ്ങനെ പറഞ്ഞു, എടാ അങ്ങനെയല്ല ഇങ്ങനെയല്ല. ഇപ്പൊ തൊപ്പിയൊക്കെ ഇട്ട് ഭയങ്കര സെറ്റപ്പാ. എന്നാലും ഈ ഫാത്തിയൊക്കെ ഇങ്ങനെ ഓതി തുടങ്ങിയിട്ടുണ്ട്. അള്ളാഹു തൗഫീഖ് തരട്ടെ. ആഫിളു ആലിമുകളാക്കണം. മക്കളങ്ങനെ പലതും പറയും. മക്കളങ്ങനെ അവരുടെ ആഗ്രഹത്തെ തിരിച്ചു കൊണ്ടുവരണം നമ്മൾ. നിങ്ങൾ ചോദിച്ചിട്ടുണ്ടോ? ഇന്ന് നിങ്ങൾ ചോദിക്കണം നിങ്ങളുടെ മക്കളോട്. അല്ലെങ്കിൽ നാളെ ഫോൺ വിളിക്കുമ്പോൾ ഇവിടെ നിന്ന് വിളിക്കുമ്പോൾ ചോദിക്കണം, മക്കളെ നിനക്ക് ആരാവണമെടാ? എന്നാലും ഞാനിവിടെ ഉസ്താദിന്റെ പ്രസംഗം കേട്ടു, മോനെ നിനക്ക് ആരാവണം? അവനിങ്ങനെ പറയണം, ആരാകണമെന്നവൻ പറയണം. ഒരിക്കൽ ഇതുപോലെ ഒരു ചരിത്ര പുസ്തകത്തിൽ ഞാൻ വായിച്ചതാണ്. അത്ഭുതപ്പെട്ടു പോയി എന്റെ പ്രിയമുള്ളവരെ. ഒരു കുടുംബത്തിൽ ഒരു പ്രിയപ്പെട്ട 8 വയസ്സുകാരന്റെ ജീവിതം കണ്ടിട്ട് ഒരു ഹൈന്ദവ കുടുംബം മുഴുവനും ഇസ്ലാമിലേക്ക് വന്ന ഒരു പുസ്തകം വായിച്ചിട്ട് അത്ഭുതപ്പെട്ടു പോയി. ഒരു ഹൈന്ദവ ടീച്ചർ ചോദിച്ചു അത്രേ കുട്ടികളോട്, നിങ്ങൾക്ക് ആരാകണമെന്ന് ചോദിച്ചു. ഓരോ കുട്ടി ഡോക്ടർ, വക്കീൽ, എഞ്ചിനീയർ ഒക്കെ പറഞ്ഞപ്പോൾ ഒരു 8 വയസ്സുകാരൻ എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു, എനിക്ക് സഹാബിയാകണമെന്ന് പറഞ്ഞു. അള്ളാഹു അവരെ സ്നേഹിക്കാനും ഇഷ്ടപ്പെടാനും നമുക്ക് തൗഫീഖ് തരട്ടെ. ജന്നത്തിൽ ബഖിയ സന്ദർശിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. എന്തോ ഒരു റാഹത്താണ് അവിടെ നമുക്ക് ചെല്ലുമ്പോൾ മനസ്സിന് കിട്ടുന്നത്. എന്തോ ഒരു ആനന്ദമാണ്. അള്ളാഹു അതിനുള്ള തൗഫീഖ് നമുക്ക് തരട്ടെ. പ്രിയമുള്ളവരെ, സഹാബിയാകണമെന്ന് പറഞ്ഞപ്പോൾ ടീച്ചർക്ക് അറിയില്ല സഹാബി എന്ന് പറഞ്ഞാൽ ആരാണെന്നറിയില്ല. ആ കുട്ടിയോട് ചോദിച്ചു, സഹാബി എന്ന് പറഞ്ഞാൽ ആരാ? കുട്ടി പറഞ്ഞു, എനിക്കറിയില്ല, ഉമ്മ പറഞ്ഞു തന്നതാണ്.
സഹാബി എന്ന് പറയുന്ന ഒരു സംഭവത്തിനോടുള്ള മഹബത്ത് ഉമ്മ തന്നതാണ്. അതുകൊണ്ട് ഉമ്മയോട് ചോദിക്കണം. ടീച്ചർക്ക് കൗതുകം തോന്നി. 8 വയസ്സുകാരന്റെ വിരൽത്തുമ്പ് പിടിച്ച് സ്കൂളിന്റെ അരികിലുള്ള വീട്ടിലേക്ക് ചെന്നിട്ട് ആ കുഞ്ഞിന്റെ ഉമ്മയോട് ചോദിച്ചു, സഹാബിയാകണമെന്ന് നിങ്ങളുടെ മകൻ പറയുന്നു, എന്താണ് ഇതിന്റെ കാരണം? ഉമ്മ ചോദിച്ചു, മോനെ നിനക്ക് ഏത് സഹാബിയാകണം? മോനെ നിനക്ക് ഏത് സഹാബിയാകണം? പറഞ്ഞു കൊടുക്കണം ഉപ്പമാരെ. 2 മാസത്തെ ലീവിന് നാട്ടിൽ ചെല്ലുമ്പോ കൂട്ടുകാർക്ക് സാധനം കൊടുക്കാനെന്ന് പറഞ്ഞ് മലബാറിലേക്ക് അങ്ങ് വണ്ടി കയറിയാ പോരാ. കൂട്ടുകാർക്ക് ലഡു കൊടുക്കാനെന്നും പറഞ്ഞ് നിടോ കൊടുക്കാനെന്നും പറഞ്ഞ് പെട്ടിയും കെട്ടി അങ്ങ് പോയാ പോരാ. നിന്റെ മക്കളെ നോക്കാനാണ് 2 മാസം നീ നാട്ടിൽ ചെല്ലുന്നത്. രാത്രിയിൽ 1 മണിക്കൂറെങ്കിലും ആ മക്കളുടെ അരികിൽ ചെന്നിരിക്കണം. കിടക്കയിൽ നിന്റെ അരികിലേക്ക് പിടിച്ചിരുത്തണം. സഹാബത്തിന്റെ കഥ പറഞ്ഞു കൊടുക്കണം. ഇസ്ലാമിക ചരിത്രം നിന്റെ മക്കളുടെ മെമ്മറിയിലേക്ക് ഇട്ട് കൊടുക്കണം. ഇന്ത്യ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഗർജിച്ച മൗലാന മുഹമ്മദ് അലി ദൗഹർ റളിയല്ലാഹു തആല അൻഹു എന്താ പറഞ്ഞത്? ഇന്ത്യ രാജ്യത്തിനോട് എനിക്ക് മഹബത്ത് ഉണ്ടാക്കി തന്നത് എന്റെ ഉമ്മ പറഞ്ഞു തന്ന കഥകളാണ്. എന്റെ ഉമ്മ പറഞ്ഞു തന്ന കഥകളാണ്. രാത്രിയും പകലുമായി എന്റെ ഉമ്മ എനിക്ക് പറഞ്ഞു തന്ന കഥകളാ. നമ്മുടെ ഉമ്മാക്ക് പറഞ്ഞു കൊടുക്കാൻ കഥകൾ അറിയുമോ? നമ്മുടെ ഉമ്മാക്ക് പറഞ്ഞു കൊടുക്കാൻ കഥകൾ അറിയുമോ? നേരം പുലർന്നാൽ പാതിരാ സമയം വരെ ഒന്നൊഴിയാതെ വിട്ടുമാറാതെ കൂടെ പുലരുന്ന 100 കണക്കാറ് സീരിയലിന്റെ മുന്നിൽ പൊട്ടിക്കറിയുന്ന തള്ളമാരായി ഈ സമുദായത്തിന്റെ പെങ്ങന്മാര് മാറുമ്പോ നിന്റെ മയ്യത്ത് കട്ടിലെ ചവിട്ടുന്നവരായി നിന്റെ മക്കൾ മാറും. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. നിന്റെ മക്കളോട് ആരാകണമെന്ന് ചോദിച്ചാൽ കരഞ്ഞുകൊണ്ടവൻ പറയണം, എനിക്ക് മദീനയുടെ മുറ്റത്ത് ജനിക്കാൻ കൊതിയുണ്ടായിരുന്നെന്ന് പറയുന്ന മകനാക്കി മാറ്റണം. ഇന്ന് എന്നോടൊരു സഹോദരൻ പറഞ്ഞതാ, പരലോകത്ത് സ്വർഗലോകത്ത് പിന്നാലെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖാദിമാക്കാൻ വേണ്ടി ഉസ്താദ് ദുആ ചെയ്യണമെന്ന എന്തോ ഒരു താല്പര്യമാ. പറഞ്ഞു തീരുന്നതിന് മുമ്പ് കണ്ണുകൾ നിറഞ്ഞൊഴുകി. നമ്മുടെ മക്കൾ അങ്ങനെ പറയണം, അതിന് മത്സരിക്കണം, അതിന് താല്പര്യം കാണിക്കണം. എനിക്ക് സഹാബിയാകണം ഉമ്മ. ഏത് സഹാബിയാകണമെന്ന് ചോദിച്ചപ്പോൾ ആ മകൻ പറഞ്ഞു, എനിക്ക് ബഷീർ റളിയല്ലാഹു അൻഹു എന്ന സഹാബിയാകണം. നല്ല ഒരു കൊച്ചുകുട്ടിയാണ് ബഷീർ എന്ന് പറയുന്ന സഹാബി. യുദ്ധത്തിന്റെ രണാങ്കണത്തിലേക്ക് സഹാബികളെല്ലാം പോകുമ്പോൾ ബഷീർ എന്ന് പറയുന്ന കൊച്ചുകുട്ടിയുടെ ഉപ്പയും പോവുകയാണ്. മോന്റെ കവളത്ത് മുത്തം കൊടുത്തിട്ട് പറഞ്ഞു, മോനെ ഉപ്പ യുദ്ധത്തിന് പോവുകയാണ്. കൊച്ചുകുട്ടികളോടൊപ്പം ഉപ്പാടെ പിന്നാലെ, ഉപ്പമാരുടെ പിന്നാലെ മക്കൾ മരുഭൂമിയിലൂടെ നടന്നപ്പോൾ ബഷീർ എന്ന സഹാബി തന്റെ ഉപ്പയുടെ പിന്നാലെ നടന്നു പോവുകയാണ്. ഉപ്പാക്ക് മുത്തം കൊടുത്ത് സലാം പറഞ്ഞു വിടുമ്പോ കൂട്ടുകാർ വട്ടം കൂടി നിന്നുകൊണ്ട് ചോദിച്ചു, എടാ നിന്റെ ഉപ്പ മടങ്ങി വരുമോ? ബഷീർ എന്ന സഹാബി കൊച്ചുകുട്ടി പറയുകയാണ്, യുദ്ധം കഴിഞ്ഞ് ആദ്യം മടങ്ങി വരുന്നത് എന്റെ ഉപ്പച്ചിയായിരിക്കും. ആദ്യം മടങ്ങി വരുന്നത് എന്റെ ഉപ്പച്ചിയായിരിക്കും. എല്ലാ കുട്ടികളും കൂടി മരുഭൂമിയിൽ ഉപ്പമാരെ കാത്തിരിക്കുമ്പോൾ യുദ്ധം കഴിഞ്ഞ് ഓരോ ഉപ്പമാരും വരുന്നു. ബഷീർ എന്ന സഹാബിയുടെ ഉപ്പ മാത്രം മടങ്ങി വന്നില്ല. ഓരോ ഉപ്പമാരും വരികയാണ്. ബഷീർ എന്ന സഹാബിയുടെ ഉപ്പ മാത്രം മടങ്ങി വന്നില്ല. ആ പ്രിയപ്പെട്ട പിതാവ് യുദ്ധത്തിന്റെ രണാങ്കണത്തിൽ കൈകാലുകൾ ഛേദിക്കപ്പെട്ടുകൊണ്ട് വീണുപോയെന്നറിഞ്ഞപ്പോൾ, തലമുറിക്കപ്പെട്ടുകൊണ്ട് കൈകാലുകൾ കഷണമാക്കി യുദ്ധത്തിന്റെ രണാങ്കണത്തിൽ വലിച്ചെറിഞ്ഞോ എന്ന് പ്രഖ്യാപനം വന്നപ്പോൾ ബഷീർ എന്ന സഹാബി മരുഭൂമിയുടെ ദീർഘദൂരത്തേക്ക് കണ്ണും നട്ട് കാത്തിരിക്കുകയാണ്. എന്റെ ഉപ്പച്ചിയെ കണ്ടില്ലല്ലോ, എന്റെ ഉപ്പച്ചിയെ കണ്ടില്ലല്ലോ. അതിനു പകരം അവിടെ നിന്ന് നടന്നു വരുന്നതാരാ? ലോകത്തിന്റെ നായകൻ നബി മുഹമ്മദ് മുസ്തഫ. മക്കയുടെ സമ്മാനമേ നബി മുഹമ്മദ് മുസ്തഫ. മദീനയുടെ സൗന്ദര്യമേ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നടന്നു വരികയാ. അല്ലാഹുവിന്റെ റസൂൽ ബഷീർ എന്ന സഹാബിയെ വാരിയെടുക്കുകയാ. ലോകത്ത് ഏതൊരു ജീവജാലത്തോട് സ്നേഹത്തിന്റെ പർദീസ പണിഞ്ഞുകൊടുത്ത ലോകത്തിന്റെ നൂറേ നബി മുഹമ്മദ് മുസ്തഫ. ആ പൊന്നുമോനെ വാരിയെടുത്തുകൊണ്ട് കവിളത്ത് മുത്തം കൊടുത്തുകൊണ്ട് ലോകത്തിന്റെ നായകൻ പറഞ്ഞതെന്തെന്നറിയോ? മോനെ, ഇന്നു മുതൽ നിന്റെ ഉപ്പച്ചി ഞാനാ, ഇന്നു മുതൽ നിന്റെ ഉപ്പച്ചി ഞാനാ. ഉപ്പയില്ലാത്ത ബഷീറിന് അല്ലാഹുവിന്റെ റസൂൽ ഉപ്പയായി പോയെങ്കിലും എനിക്ക് ആ ബഷീർ എന്ന സഹാബിയാകണമുമ്മ. എന്റെ പിതാവ് അല്ലാഹുവിന്റെ റസൂലാകണം നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ ഉപ്പ അല്ലാഹുവിന്റെ ഹബീബാകുമല്ലോ ഞാൻ ബഷീർ എന്ന സഹാബിയാകുമ്പോൾ. അതുകൊണ്ട് എനിക്ക് ആ സഹാബിയായ മതി എന്ന് പറയുന്ന മക്കളാക്കാൻ, നല്ലതാകാൻ ആഗ്രഹിക്കുന്ന മക്കളാക്കാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. അപ്പൊ ദുആ ചെയ്യണം. 2 മര്യാദ പഠിപ്പിക്കണം. 3 അവരോട് സ്നേഹത്തോടെ പെരുമാറണം. സ്നേഹം എന്ന് പറയുന്നത് ഉണ്ട് എന്ന് അറിയിക്കാനുള്ളതല്ല, അവരെ പ്രകടിപ്പിക്കാനുള്ളതാണ്. മക്കളുടെ മുന്നിൽ നിന്റെ സ്നേഹം കാണിച്ചു കൊടുക്കണം. പല ഉപ്പമാരും സ്നേഹം പുറത്ത് കാണിക്കൂല.
പല ഉപ്പമാരും ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയോട് അലി റളിയല്ലാഹു അൻഹു ചോദിച്ചു, അള്ളാന്റെ ഹബീബിൽ നിന്ന് നിനക്ക് കിട്ടിയ ഏറ്റവും വലിയ സമ്മാനം എന്താ? അതൊന്ന് ആലോചിച്ച് നോക്കി, എന്തായിരിക്കും ആ സമ്മാനം? എന്തെല്ലാം കൊടുത്തിട്ടുണ്ടാവും? കരളിന്റെ കഷണമല്ലേ, എന്തെല്ലാം കൊടുത്തിട്ടുണ്ടാവും? അള്ളാന്റെ ഹബീബിൽ നിന്ന് നിനക്ക് കിട്ടിയ ഏറ്റവും വലിയ സമ്മാനം എന്തേന്ന് ചോദിക്കുമ്പോ റസൂലുള്ളാഹിയുടെ കരളിന്റെ കഷണം ബീവി ഫാത്തിമത്തു സുഹ്റാ റളിയല്ലാഹു അൻഹ പറഞ്ഞത് എന്തെന്നറിയുമോ? എന്റെ തലയിലേക്ക് അള്ളാന്റെ റസൂൽ തന്നിരുന്ന മുത്തങ്ങളാണ്. അതിലപ്പുറം ഒരു വലിയ സമ്മാനമുണ്ടോ? എന്റെ തലയിൽ എന്റെ ഹബീബ് എനിക്ക് തന്നിരുന്ന മുത്തങ്ങളാണ് ലോകത്തിലേക്ക് കിട്ടിയ ഏറ്റവും വലിയ സമ്മാനം. നമ്മുടെ മക്കൾക്ക് ഒരു മുത്തം കൊടുത്തിട്ട് എത്ര നാളായി? ചിന്തിച്ചു നോക്കി. മക്കളുടെ അരികത്ത് പോയിരുന്നിട്ട് എത്ര നാളായി? ഫോട്ടോയിൽ നമ്മൾ മുത്തും. ഗൾഫിലേക്ക് ചെന്ന് 2 ദിവസം കഴിയുമ്പോൾ ആ മക്കളെ നമ്മൾ അടിക്കാറില്ലേ? 10 വയസ്സിന് മുമ്പ് നിങ്ങൾ നിങ്ങളുടെ മക്കളെ അടിക്കരുത് എന്ന് ബഹുമാനപ്പെട്ട ഗസാലി ഇമാം റളിയല്ലാഹു അൻഹു പറയുകയാണ്. 10 വയസ്സിന് മുമ്പ് മക്കളെ അടിച്ചാൽ ആ അടി നിങ്ങൾ മരിക്കുന്നതിന് മുമ്പ് മക്കൾ നിങ്ങളെ തിരിച്ചടിക്കുമെന്നാണ്. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. നമ്മൾ അടിക്കൂലേ? കുഞ്ഞു സ്റ്റെപ്പിൽ നിന്ന് മറിഞ്ഞു വീണാൽ അവിടെ ഇട്ടടി, തടവുന്നതിന് പകരം. പോവല്ലെന്ന് പറഞ്ഞില്ലടാന്ന് പറഞ്ഞ അടിയാപ്പഴേ, അല്ലെങ്കിൽ മുറിഞ്ഞ സ്ഥലത്ത് തടവി കൊടുക്കലല്ല അല്ലേ? എവിടെന്നെങ്കിലും വീണ അത് വേണം നിനക്ക്, ഞാൻ എടുക്കൂല. അവിടെ ഉമ്മമാര് പറ, അവിടെ കിടന്ന് ചാ, ഞാൻ അങ്ങോട്ട് വരും. ഞാൻ അന്നേരം പറഞ്ഞതാ, കുങ്കുമപ്പൂ തുടങ്ങാൻ നേരത്ത് തൂങ്ങല്ലേ അല്ലെ? ഞാൻ വരൂല, അവിടെ കിടക്കട്ടെ എന്ന് പറഞ്ഞ അരികിൽ പോവില്ലല്ലോ ഉമ്മ, അരികിൽ പോവില്ലല്ലോ അല്ലേ? 10 വയസ്സിന് മുമ്പ് നിന്റെ മക്കളെ നീ അടിക്കാൻ പാടില്ല, ഉപദ്രവിക്കാൻ പാടില്ല, വിഷമിപ്പിക്കാൻ പാടില്ല, ബുദ്ധിമുട്ടിക്കരുത് അവരെ. അവർക്ക് എന്തറിയാം? ഒന്നും അറിയില്ലല്ലോ, കൊച്ചുകുട്ടികളല്ലേ. അറിവുണ്ടെങ്കിൽ അവര് ചെയ്യുമോ? പ്രിയമുള്ളവരെ, 10 വയസ്സിന് മുമ്പ് അടിച്ചടിച്ച് തുട പൊട്ടിച്ച് എത്ര മക്കളുണ്ട്. നമ്മളൊക്കെ ആരാ? എന്ത് അവകാശമാണ് അവർ നമുക്കുള്ളത്? എന്ത് അർഹതയാണുള്ളത് അവരെ അടിക്കാൻ നമുക്ക്? അള്ളാഹു നമ്മെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. 10 വയസ്സിന് മുമ്പ് അടിക്കരുത്. അങ്ങനെ അടിക്കാൻ സാധിക്കുമായിരുന്നെങ്കിൽ, അടിക്കണമായിരുന്നെങ്കിൽ അള്ളാഹുവിന്റെ റസൂൽ പറയുമായിരുന്നു, മുറു ഔലാദക്കും ബിസ്സലാ, നിന്റെ മക്കളോട് നിസ്കാരം കൊണ്ട് കൽപ്പിക്കണം. ലിസബ്ഇ സിനീൻ, 7 വയസ്സായ നിന്റെ മക്കളോട് നീ 7 വയസ്സായ നിന്റെ മക്കളോട് നിസ്കാരം കൊണ്ട് കൽപ്പിക്കണം. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, വളിരിബൂഹും അലൈഹ, നിസ്കരിച്ചില്ലെങ്കിൽ അവരെ നീ അടിക്കണം. 10 വയസ്സായ നിസ്കരിച്ചില്ലെങ്കിൽ അടിക്കണം. അപ്പോ നിസ്കാരം എന്ന് പറയുന്ന ഒരു മനുഷ്യന് നിർബന്ധമാണ്. 10 വയസ്സിന് മുമ്പ് അടിക്കാൻ കഴിയുമായിരുന്നെങ്കിൽ നിസ്കാരത്തിന്റെ പേരിൽ നിന്റെ മക്കളെ അടിക്കണം എന്ന് ലോകത്തിന്റെ ഗുരുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമായിരുന്നു. അതുകൊണ്ട് 10 വയസ്സിന് മുമ്പ് മക്കളെ ഉപദ്രവിക്കരുത്. ചൂരലൊക്കെ വെട്ടി വെക്കണം, അതൊക്കെ വേണം. അതിപ്പോ മക്കൾക്ക് 2 കൊടുക്കാൻ പറ്റില്ലെങ്കിൽ വല്ലപ്പോഴ പെണ്ടാട്ടിക്കെങ്കിലും കൊടുക്കാമല്ലോ. ഞാൻ എന്റെ വീട്ടിലൊരു ചൂരൽ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ചിലപ്പോ മക്കൾ തിരിച്ചും തരും, അത് വേറെ കാര്യം. അത് രസമല്ലേ? ചൂരലൊന്ന് കൈ വെച്ചിരിക്കണം വിരട്ടാൻ വേണ്ടി. തമാശയല്ലേ? തമാശ കാണിക്കുമ്പോൾ തന്നെ കമ്പുണ്ട് എന്ന്, ഉപ്പാടെ കയ്യിൽ ഒരു വലിയ കമ്പുണ്ട് എന്ന് മക്കൾക്ക് ബോധ്യമുണ്ടാകണം. അപ്പൊ ആ മക്കൾ ഗൗരവത്തോടു കൂടി വരും. അങ്ങനെയാണ്, അല്ലാതെ അത് അടിക്കാൻ വേണ്ടിയിട്ടല്ല. 10 വയസ്സിന് മുമ്പ് മക്കളെ വാരി ഉപദ്രവിക്കുന്ന, അടിക്കുന്ന എത്രയോ ഉപ്പമാരുണ്ട്. ഒരിക്കലും അത് ചെയ്യരുത്. സ്നേഹത്തോടുകൂടി അവരോട് പെരുമാറണം. ലോകത്ത് ഏറ്റവും നല്ല സ്നേഹത്തോടുകൂടി പെരുമാറാൻ പഠിപ്പിച്ച നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹയ്ക്ക് കൊടുത്തത് ഏറ്റവും വലിയ സമ്മാനമായി. ഇന്നത്തെ നഷ്ടം സ്നേഹമാണ്. മക്കളെ സ്നേഹിക്കുന്നത് പണം നോക്കിയിട്ടല്ലേ? കാശുള്ളവനോട് മാത്രം സ്നേഹം, കാശില്ലാത്തവനോട് സ്നേഹമില്ല. ഒരു പാക്ക് 4 മക്കൾ, വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഒരു പാക്ക് 4 മക്കൾ, 4 പേരിൽ 3 മക്കളും നല്ല സമ്പന്ന വർഗത്തിൽപ്പെട്ടവരാണ്. ഒരാൾ മലേഷ്യയിൽ, ഒരാൾ മറ്റെടുത്ത്, ഒരാൾ മറിച്ചെടുത്ത്, അങ്ങനെ ഇഷ്ടം പോലെ കാശുണ്ടാക്കി വലിയ ജീവി. പാവപ്പെട്ട ഒരു 2ാമത്തെ മകൻ മാത്രം നാട്ടിൽ ഒരു ചെറിയ പെട്ടിക്കടയാണ്, വേറൊന്നുമില്ല. അവന് വിദ്യാഭ്യാസവും വളരെ കുറവാണ്. ആ ചെറിയ പെട്ടിക്കടയാണ്. രാവിലെ പോകും, ഉച്ചയാകുമ്പോൾ വീട്ടിൽ വന്ന് ഭക്ഷണം കഴിക്കും, 9 മണിയാകുമ്പോൾ കടയടച്ചിട്ട് മടങ്ങി വരും. ഒന്നും കൊടുക്കാനില്ല. 1 രൂപയുടെ കവർ കപ്പലണ്ടി വാങ്ങിച്ചുകൊണ്ട് തിന്ന് വരും. ചൂടിലല്ലോ ഉള്ളത്. അപ്പോ 1 രൂപയുടെ എന്തെങ്കിലും വാച്ച് കഴിച്ചുകൊണ്ട് ഇത്രേ ഉള്ളൂ. വേറെ ഒരു കപ്പാസിറ്റി അവനെ കൊണ്ടില്ല. ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ പോകുന്നില്ല എന്ന് ചോദിക്കുമ്പോ അവൻ കടയുടെ മുമ്പിലിരുന്ന സുഹൃത്തുക്കളോട് പറയും, ഇപ്പൊ ഞാൻ പോകുന്നില്ല, മൂപ്പിലാൻ ഭക്ഷണം കഴിച്ചിട്ട് ഉറങ്ങട്ടെ. മൂപ്പിലാൻ എന്ന് പറഞ്ഞാൽ ആരാ? പിതാജി ഹേ. എന്താ മക്കൾ ഇങ്ങനെ വിളിക്കുന്നത്? ഉപ്പാടെ ഗുണം കൊണ്ടാണ്. ഇപ്പൊ പോയാൽ
മൂപ്പിലാൻ ഭക്ഷണം കഴിച്ച് ചാരി കസേരയിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവും. ഞാൻ ചെല്ലുമ്പോൾ എന്നെ പരിഹസിക്കും. അതുകൊണ്ട് ഒരു 3 മണിയായിട്ട് പോവാം. അവൻ കടയടച്ചിട്ട് വീട്ടിലേക്ക് ഭക്ഷണം കഴിക്കാൻ ചെന്നാൽ കസേരയുടെ ഫ്രണ്ടിൽ ഇരുന്നു കൊണ്ട് ഉപ്പ വിളിച്ചു പറയും, സൈനബോ ചോറിട്ട് വെച്ചോ, ഓഫീസൊക്കെ അടച്ച് മുതലാളി എത്തി. കളിയാക്കുകയാണ്. ഉപ്പ ഗോളടിക്കുകയാണ്. പാവപ്പെട്ട മകൻ മനസ്സിലായി എന്നെ ഉപ്പ കളിയാക്കാൻ. എന്നാൽ സങ്കടത്തോടുകൂടി ചെന്നിരിക്കും. വിളമ്പിക്കൊട് വിളമ്പിക്കൊട് കൊണ്ട് കേറ്റിത്തരല്ലേ ഇങ്ങോട്ട്, ഡയലോഗ. ഇത് കേൾക്കുമ്പോൾ അവനിങ്ങനെ കൈ ഇങ്ങനെ കഴുകാൻ നേരത്ത് അവന്റെ അരികിൽ അവന്റെ ഉമ്മ വന്നിരുന്ന് തല തടവിയിട്ട് പറയും, എന്റെ മോനും ഇൻഷാ അല്ലാഹ് ഒരു നല്ല കാലം വരും. അതാണ് ഉമ്മ. ആര് കുറ്റപ്പെടുത്തിയാലും തന്റെ പൊന്നുമോന് വേണ്ടി മനസ്സ് തുറന്നു കൊടുക്കാൻ ലോകത്ത് ആകെ സാധിക്കുന്നത് ആ ഉമ്മാക്കു മാത്രമാണ്. ഉമ്മ അരികിലിരുന്ന് ഭക്ഷണം വാരി വായിലേക്ക് വെച്ചു കൊടുത്തിട്ട് പറയും, ഇപ്പൊ അങ്ങനെ പറയും മോനെ, അത് ഉപ്പാടെ സങ്കടമാണ്. എന്റെ മോനും ഒരു നല്ല കാലം വരും, മോന് സങ്കടപ്പെടണ്ട, എന്റെ തങ്കക്കൂടത്തിനും അല്ലാഹു നല്ല ഒരു കാലം തരും എന്ന് പറഞ്ഞുകൊണ്ട് ആ ഉമ്മ സ്നേഹിക്കുമ്പോൾ ഇന്ന് അങ്ങനെയുള്ള ഉമ്മമാരെയും കാണാനില്ല. വിവേചനം കാണിക്കരുതേ, വിവേചനം കാണിക്കരുതേ, വിവേചനം കാണിക്കരുതേ. മക്കൾക്കിടയിൽ ഒരിക്കലും വിവേചനം കാണിക്കരുത്. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, സവൂബൈന ഔലാദിക്കും, നിങ്ങളുടെ മക്കളെ നിങ്ങൾ സമമായിട്ട് സ്നേഹിക്കുക, പെരുമാറുക. ഫില്ലത്തിയ, അവർക്ക് എന്തെങ്കിലും കൊടുക്കുന്ന വിഷയത്തിലാണെങ്കിൽ ഫലൂകുന്തു മുഫല്ലലൻ അഹദാ, മക്കളിൽ ആർക്കെങ്കിലും ഒരു പ്രത്യേകത കൊടുക്കുമായിരുന്നെങ്കിൽ ലഫല്ലൽതു നിസാ, പെമ്മക്കൾക്ക് ആ പ്രത്യേകത കൊടുക്കുമായിരുന്നെന്ന് നബി മുഹമ്മദ് മുസ്തഫ. മക്കൾക്കൊരു പരിഗണന കൊടുക്കുമായിരുന്നെങ്കിൽ ആദ്യം ഞാൻ പെമ്മക്കൾക്ക് കൊടുക്കുമായിരുന്നു എന്ന് നബി മുഹമ്മദ് മുസ്തഫ. നേരം പുലർന്നിട്ട് എത്ര സലാത്ത് ചൊല്ലി എന്റെ അബൂദാബിയിലെ ഇസ്ലാമിക് സെന്ററിൽ വന്നിരിക്കുന്ന പ്രിയപ്പെട്ട ഉമ്മ പെങ്ങന്മാരെ, നിന്നോട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ കണ്ടില്ലേ, നിന്റെ ഉപ്പമാരോട് പറയുന്നു, സ്ഥാനം കൊടുക്കുമായിരുന്നെങ്കിൽ പെമ്മക്കൾക്ക് കൊടുക്കാൻ ഞാൻ പറയുമായിരുന്നെന്ന് അഷ്റഫുൽ ഖൽഖ് നബിയുനാ മുഹമ്മദ് മുസ്തഫ. കൊടുക്കാൻ പറയുമായിരുന്നെങ്കിൽ പെമ്മക്കളോട് കൊടുക്കാൻ പറയുമായിരുന്നു അത്രേ. ആലോചിച്ചു നോക്കിയേ, അള്ളാഹു നമുക്ക് തന്ന സൗഭാഗ്യമല്ലേ. അതുകൊണ്ട് വിവേചനം കാണിക്കരുത്. ഇന്ന് പെമ്മക്കളോടാണല്ലോ വെറുപ്പ്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ 6ാമത് കുഞ്ഞിനെ പ്രസവിക്കാൻ ഹോസ്പിറ്റലിനകത്ത് ലേബർ റൂമിലേക്ക് കടന്നപ്പോൾ ആ പ്രിയപ്പെട്ടവൾ സിസ്റ്ററോട് പറഞ്ഞതാണ്, ഇത് പെൺകുട്ടിയാണെങ്കിൽ എന്നെ മരുന്ന് വെച്ച് കൊന്നുകളയണം, ഭർത്താവിന്റെ വീട്ടിൽ എന്നെ കയറ്റുകയില്ല. അള്ളാഹു നമ്മെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഒരിക്കലും പെൺകുട്ടിയാണ് തന്നത് കൊണ്ടൊരു ദാരിദ്ര്യവും അള്ളാഹു നിനക്ക് തരികയില്ല. പിറന്നു വീണ മക്കളെ ചോരയുടെ മണം മാറുന്നതിന് മുമ്പ് കുഴിച്ചു മൂടിയ കാട്ടറബികളുടെ മുന്നിൽ പുഞ്ചിരിയുടെ പറുദീസ പണിഞ്ഞുകൊണ്ട് കടന്നു വന്ന ലോകത്തിന്റെ ദീപമേ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ പെൺകുട്ടിയെ കുഴിച്ചു മൂടിയ മണ്ണുവാരി കയ്യിൽ വെച്ചുകൊണ്ട് സമുദായത്തിനോട് പറഞ്ഞതെന്താ, പ്രായപൂർത്തിയാകുന്നത് വരെ 2 പെൺമക്കളെ വളർത്തുകയും അവർക്ക് അനുയോജ്യരായ ഇണകളുടെ കയ്യിലേക്ക് പിടിച്ചു കൊടുക്കുകയും ചെയ്താൽ അതിന് പകരമായി അവർക്ക് സ്വർഗം കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. കുഴിച്ചു മൂടപ്പെട്ട പെണ്ണിന്റെ മണ്ണ് വാരി കയ്യിൽ വെച്ചുകൊണ്ട് അള്ളാന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ആ 2 പെൺമക്കളെ പ്രായപൂർത്തിയാകുന്നത് വരെ വളർത്തി പോറ്റിയ അത് കാരണമായി അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഭാഗത്ത് നിന്ന് സ്വർഗം ഞാൻ വാങ്ങിച്ചു കൊടുക്കുമെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് പെൺമക്കളായതുകൊണ്ട് അവരെ അവഗണിക്കരുത്. എല്ലാം നിനക്ക് തന്നല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് കുറ്റപ്പെടുത്തരുത്. പിന്നെ സ്വത്ത് കൊടുക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കണം, നിങ്ങളുടെ മക്കളിൽ പെൺമക്കൾ മാത്രമല്ല നിങ്ങൾക്കുള്ളത്, ആൺമക്കൾ കൂടിയുണ്ട് എന്നുള്ള ബോധത്തോടു കൂടി കൊടുക്കണം. ആൺമക്കൾക്കൊന്നും കിട്ടാറില്ല. 10 ഏക്കർ റബ്ബർ മൂത്ത പെങ്ങളുടെ പേരിലാണ്. എല്ലാം പെങ്ങന്മാർക്ക് എഴുതി കൊടുത്തു. മോനൊന്നുമില്ല, അവനാണല്ലേ, അവൻ സമ്പാദിച്ചിട്ടാകട്ടെ എന്ന്. അതാണ് എല്ലാവരും ഇവിടെ കിടന്ന് കഷ്ടപ്പെടുക. നമുക്കൊന്നുമില്ല. നിങ്ങളിനിപ്പോ പറയും നമുക്കൊന്നും കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, അളിയന്മാരെ ശല്യം ചെയ്യാൻ 2ാമത് വരാതിരുന്നാൽ മതി. ഒന്നും തന്നില്ലെങ്കിലും കുഴപ്പമില്ല ഉസ്താദ്, എല്ലാം കൊടുത്തല്ലോ പെങ്ങൾക്ക്. വീണ്ടും അളിയൻ ഇങ്ങനെ കറങ്ങി വരലുണ്ട്, സഹിക്കുന്നില്ല.
വേണം. അളിയന് നമ്മളെ കൊണ്ട് പറ്റുന്നതൊക്കെ ചെയ്തു കൊടുക്കണം. പിന്നെ ചില പെങ്ങന്മാരെങ്ങനെയാണ്, എത്ര കൊടുത്താലും മതിയാവൂല, വീണ്ടും വീണ്ടും വന്നിട്ട് പറയും, എന്നാലും ഉപ്പ അങ്ങനെ ചെയ്തല്ലോ ഇങ്ങനെ ചെയ്തല്ലോ, എന്നെ മാത്രം കെട്ടിച്ചു വിട്ടിട്ട് പിന്നെ എനിക്ക് പറഞ്ഞ് എങ്ങനെയെങ്കിലും ഒന്നുകൂടി കുറച്ചിങ്ങനെ ഉപ്പാടെ കയ്യിൽ നിന്ന് ഇങ്ങനെ ഊരിയെടുക്കാനുള്ള ശ്രമം ചില പെങ്ങന്മാരെ നടത്തുന്നുണ്ട്. ആങ്ങളമാരെ ഊറ്റി കുടിക്കുന്ന സ്വഭാവം എന്റെ പ്രിയമുള്ളവരെ നമ്മൾ ഒഴിവാക്കണം. കാരണം അവർക്കൊരു ജീവിതം വേണം. എത്രയോ സഹോദരങ്ങൾ 3ഉം 4ഉം പെങ്ങന്മാരെ നിക്കാഹ് ചെയ്യിപ്പിച്ചു വിടാൻ കഷ്ടപ്പെട്ട് 30ഉം 35ഉം വയസ്സായിട്ട് ഇന്നും വിവാഹം കഴിക്കാതെ ജീവിക്കുന്ന എത്രയോ പേരുണ്ട്. അള്ളാഹു അവർക്ക് ദീർഘായുസ് കൊടുക്കുമാറാകട്ടെ. എന്നോടൊരു സഹോദരൻ പറഞ്ഞതാ, പത്തനംതിട്ടയിലുള്ള പന്തളം സ്വദേശിയായ ഒരു സുധീർ എന്ന് പറയുന്ന സഹോദരൻ പറഞ്ഞതാ. ആ സഹോദരൻ വിദേശ രാജ്യത്ത് വന്നിട്ട് 19 കൊല്ലമായി. 5 കൊല്ലം റാസൽ ഖൈമയിലായിരുന്നു. പിന്നെ അതിനുശേഷം സൗദി അറേബ്യയിലാണ് ഇപ്പോൾ ജോലി. 19 കൊല്ലം ആകെ വിദേശ രാജ്യത്ത് ജോലി ചെയ്തു. 19 കൊല്ലം കൊണ്ട് 5 പെങ്ങന്മാരെയാണ് നിക്കാഹ് കഴിപ്പിച്ചു വിട്ടത്. ഒരു ആങ്ങളയുണ്ട്. ആങ്ങളയ്ക്ക് നല്ല ഉദ്യോഗം, നല്ല വിദ്യാഭ്യാസം കൊടുത്ത് ജോലി വാങ്ങിച്ചു കൊടുത്തു. ഇന്ന് വരെ കുടുംബജീവിതത്തിന് വേണ്ടി തുടങ്ങാൻ അവസരം കിട്ടിയിട്ടില്ല. ഇന്ന് 33 വയസ്സുള്ള ആ സഹോദരൻ ഉമ്മാക്ക് ചികിത്സയ്ക്ക് വേണ്ടി പണം ചിലവഴിച്ചുകൊണ്ടിരിക്കുന്നു. പ്രിയപ്പെട്ട ഉമ്മാക്ക് ക്യാൻസറാണ്. അള്ളാഹു ശിഫ കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഉമ്മാടെ രോഗം മാറാതെ ഉസ്താദെ ഞാനിനി വിവാഹം കഴിക്കില്ല എന്ന് നിയ്യത്ത് ചെയ്തുകൊണ്ട് ഇപ്പോഴും വിദേശ രാജ്യത്ത് മാസം കിട്ടുന്ന ശമ്പളം മുഴുവനും ക്യാൻസർ രോഗം ബാധിച്ച ഉമ്മാടെ ചികിത്സയ്ക്ക് വേണ്ടി മാത്രം ചിലവഴിക്കുന്ന പ്രവാസിയെ കാണുമ്പോൾ നിങ്ങളൊക്കെ എന്റെ പ്രിയപ്പെട്ടവരെ ഈ അബൂദാബിയുടെ മണ്ണിൽ സുഖലോലുപ സ്വർഗത്തിലാണ് താമസിക്കുന്നത് എന്ന് ചിന്തിക്കണം. ഒരു നാണയത്തൊട്ടെടുത്ത് ബാക്കിയുള്ള ഒന്നിനും ചിലവഴിക്കാൻ കഴിയാതെ RCCയിലേക്ക് ഉമ്മാടെ മരുന്നിന് വേണ്ടി അയച്ചു കൊടുക്കുന്ന 33 വയസ്സുകാരൻ ഇന്ന് വരെ കുടുംബത്തിന് വേണ്ടി മാത്രം കഷ്ടപ്പെട്ടവരാ. ആ സഹോദരനോട് ഞാൻ പറഞ്ഞു, ബഹുമാനപ്പെട്ട അബൂ ഹനീഫ ഇമാം റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്, കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെട്ട് മരണപ്പെട്ടവൻ, സുഖം മറന്ന് കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെട്ട് മരിക്കുന്നവൻ 1000 പ്രാവശ്യം അള്ളാഹുവിന്റെ മാർഗത്തിൽ വെട്ടേറ്റതിന്റെ പ്രതിഫലമാണെന്ന് പറഞ്ഞപ്പോൾ വാരി പുണർന്നുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ഉസ്താദേ എനിക്കെങ്കിൽ ആ പ്രതിഫലം മാത്രം മതി, ദുനിയാവിന്റെ സുഖം എനിക്ക് വേണ്ട. അള്ളാഹുവേ, അങ്ങനെ എത്ര ഗൾഫുകാർ, എത്ര പ്രവാസികൾ ഈ ഓഡിറ്റോറിയത്തിനകത്തുണ്ട്, അവരെയൊക്കെ നീ സഹായിക്കണേ റബ്ബേ. ഉമ്മയെ നോക്കാൻ, ഉപ്പയെ നോക്കാൻ, ഭാര്യയെ നോക്കാൻ, കുടുംബത്തെ നോക്കാൻ വേണ്ടി കഷ്ടപ്പെട്ട് സുഖം മറന്നുപോരാ പ്രവാസിക്ക് അള്ളാഹു കൊടുക്കുന്നു 1000 യുദ്ധത്തിന്റെ രണാങ്കണത്തിൽ 1000 വെട്ടേറ്റ് ഞെട്ടറ്റു പോയതിന്റെ പ്രതിഫലം അള്ളാഹു നിനക്ക് തരും. അള്ളാഹു നമ്മുടെ കഷ്ടപ്പാടിന് അർഹമായ പ്രതിഫലം തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോ വിവേചനം കാണിക്കരുത്. ഇനി അടുത്ത ശ്രദ്ധിക്കാനുള്ളത് നന്നാവില്ല എന്ന ധാരണ മാറ്റുക. അല്ലെ, നന്നാവില്ല എന്ന ധാരണ നമ്മൾ മാറ്റണം. നമ്മുടെ മക്കൾ ഇപ്പൊ സ്കൂളിൽ നിന്ന് മാർക്ക് വാങ്ങിക്കൊണ്ട് വരികയാണ്. 50ന് 5 മാർക്കാണ് വാങ്ങിയത്. അപ്പൊ നിങ്ങൾ പറയും, ഇപ്പോഴാണ് ഉറപ്പായത് എന്റെ മോനാണെന്ന്. 50ന് 5 മാർക്കും വാങ്ങി വീട്ടിലേക്ക് വരികയാണ്. ഉമ്മാടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഉമ്മ എനിക്ക് പിന്നെ മാർക്ക് കിട്ടി. എത്രയാന്ന് ചോദിച്ചു. 5 മാർക്കാന്ന് പറഞ്ഞു. ഉടനെ ഉമ്മ എന്തു പറയും? അല്ലെങ്കിൽ ഞാൻ ഈ കഷ്ടപ്പെടുന്നത് വെറുതെയാ, നീയും നിന്റെ വാപ്പയും ഒരുപോലെയാണ്, ഒരിക്കലും നന്നാവൂല. ഇത് കേൾക്കുമ്പോ മകൻ പറയും, അൽഹംദുലില്ലാഹ് ഇനി പഠിച്ചിട്ട് കാര്യമില്ല, ഉമ്മ റിസൾട്ട് ആദ്യമേ തന്നിരിക്കുക, ഞാൻ നന്നാവൂല. എനിക്ക് ഡോക്ടർ ആവണ്ട, വക്കീലാവണ്ട, എഞ്ചിനീയർ ആവണ്ട, ആ മകൻ നന്നാവൂല എന്ന് പറഞ്ഞാൽ നന്നാവൂല. ഉമ്മമാരങ്ങനെ പറയരുത്. 5 മാർക്ക് വാങ്ങിക്കൊണ്ടുവരുമ്പോ ആ പുസ്തകം വലിച്ചു കീറി ദൂരക്കളയലല്ല, കൊണ്ടുവന്നിട്ട് മോന്റെ കവളത്തൊരു മുത്തം കൊടുത്തിട്ട് പറയണം, മോനെ 50 മാർക്ക് വാങ്ങാൻ വേണ്ടിയാണ് ഉമ്മച്ചി പഠിപ്പിച്ചു വിട്ടത്, പക്ഷേ 5 മാർക്ക് പോലും വാങ്ങുമെന്ന് പ്രതീക്ഷയൊന്നും വെച്ചിട്ടില്ലായിരുന്നു, മോൻ 5എങ്കിലും വാങ്ങിയല്ലോ, അടുത്തതിന് നമുക്ക് അപ്പുറത്തെ ഉണ്ണിയെക്കാളും അപ്പുറത്തെ മാളുവിനെക്കാളും അപ്പുറത്തെ ചങ്കരനെക്കാളും ഒക്കെ നമുക്ക് 50 മാർക്ക് കൂടുതൽ വാങ്ങണമെന്ന് പറഞ്ഞ് പ്രചോദനം കൊടുക്കുമ്പോഴാണ് അവന് താല്പര്യം വരിക. അല്ലെങ്കിൽ 50ന് 50 മാച്ച് കൊണ്ടുവരാൻ, 50ന് 50 മാച്ച് കൊണ്ടത് ഉമ്മ, 50ന് 50 മാച്ച് കൊണ്ടത് ഉമ്മ, മറ്റത് കണ്ടോണ്ടിരിക്കാൻ ഞെക്കി ഉമ്മ 50ന് 50 കിട്ടിയുമ്മ പോണ അവിടെ. ഇവിടെ ശാലിനി പ്രസവിക്കാറായി കിടക്കുമ്പോഴാണ് അവന്റെ 50ന് 50. ഉമ്മ 50ന് 50 പോടാ അവിടെ നിന്ന്. അവൻ പറയും, ഇതിലൊന്നും വലിയ കാര്യമില്ല, 50 മാച്ചാലും ശരി 100 മാച്ചാലും ഉമ്മാക്ക് കണക്കാ. അവൻ പിന്നെ പഠിക്കൂല. പിന്നെ പിറ്റേ പ്രാവശ്യം 5 മാച്ചുകൊണ്ട് വരുമ്പോഴാണ് ഉമ്മാക്ക് നോവണത്.
മക്കളെ അനുസരിച്ച് ഓരോ സാഹചര്യത്തിനനുസരിച്ച് നന്നാവില്ല എന്ന് പറയരുത്. അങ്ങനെയാണെങ്കിൽ മക്കയെ കിടുകിടാ വിറപ്പിച്ച ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ജനങ്ങൾ പറഞ്ഞതെന്താ? ഖത്താബിന്റെ വീട്ടിൽ വളർത്തുന്ന കഴുത മുസ്ലിമായാലും ഉമർ മുസ്ലിമാകൂല എന്ന. എന്നാൽ ഇന്ന് മദീനത്തിൽ ചെന്നാൽ ആരംഭ റസൂലിന്റെ അരികത്തായുറങ്ങുന്ന അതിർപ്പൂ അബൂബക്കർ ഉമറെന്നോരേ സ്വർഗ ഇടം കണ്ട് കരൽ പൊട്ടി തകർന്നോനാണേ. അള്ളാന്റെ റസൂലിന്റെ ചാരത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു കഴിഞ്ഞാൽ പിന്നെ കിടന്നുറങ്ങുന്നതാരാ? അള്ളാന്റെ ഹബീബിനെ സ്വപ്നം കാണുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് റൗളാ ശരീഫിന്റെ മുറ്റത്ത് വന്ന് ചങ്കിടിച്ച് പൊട്ടിക്കരഞ്ഞ സയ്യിദുനാ ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആണ്. മാറ്റമുണ്ടാകും. നമ്മുടെ മക്കൾ എത്ര മോശക്കാരാണെങ്കിലും ഇൻഷാ അല്ലാഹ് പെട്ടെന്ന് എത്രയോ ചെറുപ്പക്കാർ അഭിമാനം തോന്നിപ്പോവുകയാണ്. കള്ളുകുടി, വ്യഭിചാരം, പലിശ, സിനിമ കാണും. എന്തിനേറെ മ്യൂസിക് കേട്ടുള്ള സുഖമുണ്ടല്ലോ, അതുപോലും ഉസ്താദെ ഞാൻ നിർത്തിയിരിക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ട് പൂർണ്ണമായും അതെല്ലാം ഒഴിവാക്കിയിട്ട് ജീവിക്കുന്ന നൂറുകണക്കിന് ചെറുപ്പക്കാരുണ്ട്. അള്ളാഹുവരൊക്കെ രക്ഷപ്പെടുത്തുമാറാകട്ടെ. കാസർഗോഡ് ജില്ലയിലെ ഒരു പ്രിയപ്പെട്ട ഉമ്മ അവിടെ പ്രഭാഷണത്തിന് പോയപ്പോൾ റൂമിൽ വന്ന് കണ്ടിട്ട് ആ ഉമ്മയുടെ മരുമകളുണ്ട്, ഉമ്മയുണ്ട്, റൂമിൽ വന്നിട്ട് പറയാ, ഉസ്താദേ ഇപ്പൊ ഇറങ്ങിപ്പോയ തൊപ്പിയിട്ട് എന്റെ മകനുണ്ടല്ലോ, എന്റെ മുടിക്കുത്തിന് പിടിച്ചിട്ട് എന്റെ ചെവറിലിടിച്ചവനാണ്. അവന്റെ ഭാര്യ ഉപദ്രവിക്കാത്ത ദിവസങ്ങളില്ല. അവൻ ആകെ ബുദ്ധിമുട്ടാണ്. വൈകുന്നേരം ഓട്ടോ ഓടിച്ച് കിട്ടിയ കാശ് കൊണ്ട് കള്ളു കുടിച്ച് വീട്ടിൽ വന്ന് ഉപദ്രവമാണ്. ഇപ്പോൾ അവൻ ഓട്ടോ ഓടിച്ചു കൊണ്ടുവന്നിട്ട് ഒരു പൈസ ഇട്ടൊരു പെട്ടിക്കകത്തിട്ട് വെക്കുന്നുണ്ട്. എന്തിനെന്നറിയുമോ? എന്നെ ഹജ്ജിന് കൊണ്ടുപോകണം. തുപ്പിയിട്ടുകൊണ്ടാണ് ഓട്ടോ ഓടിക്കുന്നത്. ഈ ഒരു മാറ്റം ഇസ്ലാമിക പ്രഭാഷണത്തിന്റെ സീഡികളിലൂടെ ആ പ്രിയപ്പെട്ട സഹോദരന് കിട്ടിയെങ്കിൽ അങ്ങനെ നൂറുകണക്കിന് ആയിരക്കണക്കിന് ഇസ്ലാമിന്റെ ചെറുപ്പക്കാര് ഒരിക്കലും ഇസ്ലാമിന്റെ ശത്രുക്കൾക്ക് ചവിട്ടിത്തേക്കാൻ പൈശാചിക ഭാരവാദിച്ച് പരാജയത്തിന്റെ പടുകുടിയിലേക്ക് ഈ സമുദായത്തിന്റെ ചെറുപ്പക്കാരെ വിട്ടുകൊടുക്കുക. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഒരുങ്ങരുത്. അവരെ ഒരുമിച്ച് നിർത്തണം. അല്ലാഹുവിന്റെ ദീനിന്റെ കീഴിൽ ഒരു കുടക്കീഴിൽ അവരെ ചേർത്ത് നിർത്തണം. ഭിന്ന ഭിന്നമായി അതപ്പതിച്ചു പോകരുത്. കള്ളും കഞ്ചാവും പെണ്ണും മണ്ണും ഒക്കെ പറഞ്ഞ് അതൊരു വലിയ സ്വർഗമാണെന്ന് പറഞ്ഞ് പരക്കം പായുന്ന അവസ്ഥയിൽ നിന്ന് ഈ സമുദായത്തിന്റെ ചെറുപ്പക്കാരിപ്പോ മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെയൊക്കെ നാടുകളിൽ അൽഹംദുലില്ലാ പള്ളികളൊക്കെ വളരെ സജീവമായി ഇബാദത്തുകളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നടന്നുകൊണ്ടിരിക്കും. ധാരാളം ഇബാദത്തുകൾ. ആ ഒരു മാറ്റം അൽഹംദുലില്ലാ നമുക്കും ഉണ്ടാവണം. നമ്മളെ മക്കൾ നന്നാവില്ല എന്ന് നമ്മൾ പറയരുത്. നമ്മുടെ മക്കൾക്ക് ഓരോന്നോരോന്ന് ഒരുപാട് പ്രാവശ്യം പഠിപ്പിച്ചു കൊടുത്ത് പിന്നെ അവർ ഓതൂല. അപ്പൊ നമുക്ക് ദേഷ്യം വരും അല്ലെ? അപ്പൊ നമ്മൾ പറയും നീ ശരിയാവൂല എന്ന് പറഞ്ഞ് മടക്കി വെക്കരുത്. എത്രയോ പേരെന്ന് യാസീൻ ഓതാൻ മാത്രമല്ല യാസീന്റെ അർത്ഥം ഉൾപ്പെടെ പഠിച്ചിരിക്കുകയാണ്. ചില ചെറുപ്പക്കാർ പറയും, ഉസ്താദെ നിസ്കരിക്കാൻ വേണ്ടി കൈകെട്ടുമ്പോൾ ഓർമ്മ വരുന്നത് ഞാൻ ഓടിക്കുന്ന വണ്ടിയുടെ സ്റ്റിയറിംഗ് ആണ്. ഇങ്ങനെ ഒരു രക്ഷയുമില്ല, മനസ്സിലൊരു ശാന്തത കിട്ടുന്നില്ല. അതിനാകെ ചെയ്യാനുള്ളത് അതിന്റെ അർത്ഥം ചിന്തിച്ചുകൊണ്ട് അൽഹംദുലില്ലാ നിസ്കരിക്കുക എന്നതാണ്. ഫാത്തിഹ അതിന്റെ അർത്ഥം അനുസരിച്ച് ഓതിയാൽ, അർത്ഥം അറിയുമ്പോൾ അതിനൊരു സുഖമാണ്. ഇല്ലെങ്കിൽ പണ്ടൊരാൾ മുംബൈയിൽ പോയതുപോലെയാകും. മുംബൈയിൽ ചെന്നിറങ്ങിയ ഉടനെ അയാൾ ആദ്യം കണ്ടത് വലിയ ഒരു കൊട്ടാരമാണ്. മുംബൈയിൽ അങ്ങനെയാണല്ലോ, കെട്ടിടങ്ങളുടെ ബഹളമാണ്. അജ്മീർ പോയപ്പോൾ ഞാനും കണ്ടതാണ്. വലിയ ഒരു കൊട്ടാരമാണ്. ഇത് ആർക്കുള്ളതാണെന്ന് അറിയാൻ വേണ്ടി മലയാളിയായ സഹോദരൻ അടുത്ത് നിന്ന ഒരു ഹിന്ദിക്കാരനോട് ചോദിച്ചു, ഇതാരുടെ കൊട്ടാരമാണ്? അയാൾ പറഞ്ഞു മാലു നഹി സാഹിബ്. അപ്പൊ ഇയാൾ പറഞ്ഞു, മാലു നഹി സാഹിബിന്റെതാണല്ലേ? ശരി, ഓക്കെ, ശരി. ഇത്തിരി വലിയ കൊട്ടാരം ഉണ്ടല്ലേ ഇയാൾക്ക്? എനിക്കറിഞ്ഞൂടെ ഹബീബ് എന്നാ പറഞ്ഞത്. അത് ശരി, അപ്പൊ മാലു നഹി സാഹിബിന്റെതാണല്ലേ? ശരി. കുറച്ചുകൂടെ അങ്ങോട്ട് പോകുമ്പോൾ വലിയ ഒരു ഹോട്ടൽ കണ്ടു. വിഭവ സമൃദ്ധമായ ഭക്ഷണം, നിറച്ച് തിരക്കുള്ള ഹോട്ടൽ. ഒരാളോട് ചോദിച്ചു, ഇതാരുടെ ഹോട്ടലാ? ഇത് മാലു നഹി സാഹിബ്. ഇതും അയാൾക്കുള്ളതാ? വലിയ ബിൽഡിങ്ങുകളെല്ലാം അയാൾക്കുള്ളത്. വലിയ കാശുകാരനാണല്ലേ? ശരി, ഓക്കെ. കുറച്ചങ്ങോട്ട് പോയപ്പോൾ ഒരു കല്യാണം നടക്കുന്നു. കുതിരപ്പുറത്താണ് മാപ്പിള വരുന്നത്. അങ്ങനെയൊക്കെയാണല്ലോ ഇന്ന് പല കൊലമാണ്. ചില സ്ഥലത്തൊക്കെ സുബ്ഹാനല്ലാഹ് മാപ്പിളെ കൊണ്ട് വരുന്നത് കണ്ടാൽ പുതിയ പെണ്ണ് കരഞ്ഞ് ജീവൻ അവസാനിപ്പിക്കും. അങ്ങനെ പുതുമാപ്പിള ഇങ്ങനെ കുതിരപ്പുറത്ത് വരുന്ന കണ്ടപ്പോൾ ചോദിച്ചു, ഇത് ആരുടെ നിക്കാഹാണ്? ഇത്ര വിശാലമായ നിക്കാഹ്? അത് മാലു നഹി സാഹിബിന്റെ നിക്കാഹാണോ? അൽഹംദുലില്ലാ. അപ്പൊ ഇന്ന് തന്നെ അദ്ദേഹത്തിന്റെ ഭക്ഷണം കഴിക്കാനും കഴിഞ്ഞല്ലോ. ഏറെ വിശാലമായ ഭക്ഷണം കഴിച്ചു. പിറ്റേന്ന് നോക്കിയപ്പോൾ ഒരു മയ്യത്ത് കൊണ്ടുപോവാണ് അതുവഴി.
മനസ്സിലായല്ലോ, ഇനി പറയണ്ടല്ലോ. ഇതാരുടെ മയ്യത്താന്ന് ചോദിച്ചു. മാലു നൈസാബ്. ഇന്നാലില്ലാഹ്. ഇത്രയും കൊട്ടാരവും കാശും പ്രതാപവും പ്രൗഢിയും ഉണ്ടായിട്ട് വല്ല കാര്യമുണ്ടോ? ഇന്നലെ പെണ്ണ് കെട്ടി, ഇന്നതാ കബറിൽ. ഇതാ മനുഷ്യന്റെ അവസ്ഥ. ഇതുപോലെ ആയിപ്പോ നമ്മുടെ നിസ്കാരം. അർത്ഥമറിയണം. പക്ഷെ ഇവിടെ ഞാൻ അന്വേഷിച്ചു, ശനിയാഴ്ചകളിൽ ക്ലാസ് ഉണ്ടെന്ന് തോന്നുന്നില്ലേ? ഇവിടെ ഓരോ ആഴ്ചയിലും ഇവിടെ ക്ലാസ് ഉണ്ട്. എത്ര ഈ ഓഡിറ്റോറിയത്തിന്റെ എത്രയോ 1000-400ഓളം ആൾക്കാർ പങ്കെടുക്കുന്നുണ്ട്. ഈ പരിസരത്തൊക്കെ ക്ലാസ്സുകൾ വെക്കുന്നുണ്ട്. അതൊരു അവസരം കിട്ടിയില്ലേ? നമുക്ക് ഇഷ്ടം പോലെ പഠിച്ചൂടെ? പ്രവാസികളായ പ്രിയപ്പെട്ട സഹോദരിമാർക്ക് പോലും ധാരാളം ഇൽമുകൾ പഠിക്കാനുള്ള അവസരങ്ങൾ കിട്ടുന്നുണ്ടല്ലോ. ധാരാളം സംശയങ്ങൾ മാറ്റാം. നമ്മുടെ മക്കൾക്ക് അത് പറഞ്ഞു കൊടുക്കണം. നിസ്കാരം എങ്ങനെയാ, നോമ്പ് എങ്ങനെയാണ്, ഈ കുബുദ്ധിയുള്ള സംശയങ്ങൾ നമ്മൾ മാറ്റണം. ആവശ്യമില്ലാത്ത സംശയങ്ങളാണെന്ന് ഏറ്റവും കൂടുതൽ. ആവശ്യമുള്ള സംശയങ്ങൾ വളരെ കുറവാണ്. നമ്മുടെ മക്കൾക്ക് ഷഹാദത്ത് കലിമ പറഞ്ഞു കൊടുക്കണം. നിസ്കാരം 5 വഖത്ത്, ളുഹർ, അസ്ർ, മഗ്രിബ്, ഇശാ, സുബഹ് ഇതൊക്കെ പറഞ്ഞു കൊടുക്കണം. അല്ലാതെ ളുഹർ എങ്ങനെ ഉച്ചയ്ക്കായി ചിന്തിക്കരുത്. ഒരു സഹോദരൻ ചോദിച്ച, സുബഹിയെ 9 മണി വരെ സമയം തന്നാൽ അല്ലാഹുവിന് വല്ല കുഴപ്പമുണ്ടോ? നമ്മൾ ഇങ്ങനെ ചിന്തിക്കരുത്. നമ്മുടെ സംശയം ആ രീതിയിലല്ല വരേണ്ടത്. ഒരു സഹോദരൻ പറഞ്ഞത്, സുബഹി നിസ്കാരത്തിന് ബാങ്ക് കേൾക്കുമ്പോൾ ഒരാൾ ടവറിന്റെ മുകളിൽ കയറി, മൊബൈൽ ടവർ ഉണ്ടല്ലോ, അതിന്റെ മുകളിൽ കയറി. അതിന്റെ മുകളിൽ ചെന്നപ്പോൾ നിസ്കരിക്കാനുള്ള സമയമായി. അവിടെ ഒളു കൊടുക്കാൻ സൗകര്യമില്ല, അവിടെ നിസ്കരിക്കാൻ സൗകര്യമില്ല. അവിടുന്ന് താഴെ എത്തുമ്പോൾ സുബഹിയുടെ സമയം കഴിയും. അവന് നിസ്കാരം നിർബന്ധമുണ്ടോ? എന്തു മറുപടി കൊടുക്കും? ഞാൻ അവനോട് പറഞ്ഞത് നിസ്കാരം നിർബന്ധമില്ല എന്നാണ്. എന്തേ കാരണം എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ബുദ്ധിയില്ലാത്തവർക്ക് നിസ്കാരം നിർബന്ധമില്ല. ഈ കോച്ചുന്ന തണുപ്പത്ത് ആരെങ്കിലും ഭ്രാന്തന്മാരല്ലാതെ ഈ ടവറിന്റെ മണ്ട കയറോ? നമ്മൾ ആലോചിച്ച് കൃത്രിമത്വം ഉണ്ടാക്കുകയാണ്. കൃത്രിമത്വം. ഒരാൾ ചോദിച്ചു, തുമ്മിയാൽ അൽഹംദുലില്ലാ പറയണം, മൂക്കിൽ ഈർക്കിലിട്ട് തുമ്മിയാൽ അൽഹംദുലില്ലാ പറയണം. ഇത് മറുപടി. ബുഖാരി എടുത്ത് നോക്കിയാൽ ഈർക്കിൽ കാണൂ. അതിന് മറുപടി എന്താ? നമ്മളിപ്പോ സാധാരണ വൈദ്യശാലയിൽ പോയാൽ വയറ് ഇളക്കി കളയുന്നതിന് വേണ്ടി ഒരു പച്ചമരുന്ന്, ആവണക്കെണ്ണാന്ന് നമ്മുടെ നാട്ടിൽ പറയും, അത് വാങ്ങിച്ചു കുടിച്ചാൽ നല്ലതുപോലെ വയറ്റിനകത്തുള്ളത് ഫുള്ള് പോവും. അപ്പൊ നമ്മൾ കഴുകുമോ എന്ന് ചോദിച്ചു. അയാൾ പറഞ്ഞു കഴുകും. അപ്പൊ സാധാരണ വരുമ്പോ കഴുകുന്നവനാണ് നീയെങ്കിൽ ഇത് കുടിച്ചിട്ട് ഇങ്ങനെയാണെങ്കിൽ കഴുകുമോ എന്ന് ചോദിക്കുമ്പോൾ ഇത് നമ്മളായിട്ട് ഉണ്ടാക്കിയതല്ലേ, അപ്പൊ കഴുകുമെങ്കിൽ മൂക്കിലേക്ക് ഈർക്കിൽ കയറ്റിയാലും അൽഹംദുലില്ലാ പറയണം. ഇതിങ്ങനെ കൃത്രിമത്വമായി ഉണ്ടാക്കി വെക്കുകയാണ് ചോദ്യം. നമ്മൾ അങ്ങനെയാവരുത്. നമ്മൾ മനസ്സുകൊണ്ട് നമ്മുടെ നിസ്കാരം, നമ്മുടെ ഇബാദത്ത്, അതിന് ആവശ്യമായ സംശയങ്ങൾ, നമ്മുടെ ഇബാദത്ത് സ്വീകരിക്കുന്ന രീതിയിലുള്ള പഠനങ്ങൾ, അർത്ഥങ്ങൾ, ഇതൊക്കെ നമ്മൾ പഠിക്കണം. ഇത് നമ്മുടെ മക്കൾക്കും പഠിപ്പിച്ചു കൊടുക്കണം. എന്നിട്ട് കൂടെ ഇരുന്നു കൊണ്ട് സ്വലാത്ത് തരണം. ആ മക്കളെ സ്വർഗത്തിന്റെ താരകങ്ങളാക്കണം. അള്ളാഹു അതിന് നമുക്ക് ഭാഗ്യം തരട്ടെ. അതുകൊണ്ട് ഒരിക്കലും അവര് നന്നാവില്ല എന്നൊരിക്കലും നമ്മൾ പറയരുത്. അവര് രക്ഷപ്പെട്ടു വരും, ദുആ ചെയ്യണം. അവര് കരകയറി വരും, ദുആ ചെയ്യണം. എന്റെ പൊന്നുമോനല്ലേ, അവന് പഠിച്ചു വളർന്നു വരും, അവൻ നിസ്കരിക്കും, അവൻ ഇബാദത്ത് ചെയ്യും, അവൻ ഖുർആൻ പഠിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവന്റെ മനസ്സിന് പ്രചോദനം കൊടുക്കണം. ഇനി മക്കളുടെ വിഷയത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കാനുള്ളതെന്താ? മക്കളെ വളർത്തുമ്പോ നിങ്ങൾ ശ്രദ്ധിക്കാനുള്ള അടുത്ത പ്രധാനപ്പെട്ട കാര്യം എന്താ? അവരുടെ മുമ്പ് വെച്ച് നിങ്ങൾ തിന്മ പ്രവർത്തിക്കാൻ പാടില്ല. മക്കളുടെ മുമ്പ് വെച്ച് തിന്മ പ്രവർത്തിച്ചാൽ ആ മക്കളും നാളെ തിന്മയുടെ മക്കളായി മാറുന്നതാ. മക്കളുടെ മുമ്പ് വെച്ച് ഒരിക്കലും നിങ്ങൾ തിന്മ പ്രവർത്തിക്കാനേ പാടില്ല. മക്കളുടെ മുമ്പ് വെച്ച് ഒരു തിന്മയും നിങ്ങൾ ചെയ്തു പോകരുത്. മക്കളെ വിളിച്ചുകൊണ്ട് സിഗരറ്റ് വാങ്ങാൻ പറയുന്ന ഉപ്പമാരുണ്ടല്ലോ, അപ്പുറത്തെ കടയിൽ പോയി ഒരു പാക്കറ്റ് വിളിച്ചു വാങ്ങിക്കൊണ്ടുവാ എന്ന് പറയും ഇല്ലേ? ആ മക്കൾ അത് കണ്ടിട്ടാണ് ശീലിക്കുന്നത്. ഇന്ന് നമ്മുടെയൊക്കെ നാട്ടിൽ കള്ളുകുടിയന്മാരെന്ന് പറഞ്ഞാൽ അത് വീട്ടിന്റെ അകത്ത് എയർ കണ്ടീഷന്റെ അകത്തിരുന്നു കൊണ്ട് ഒരൽപ്പം അതേ ഫ്രിഡ്ജ് തുറന്നിട്ട് ഒരൽപ്പം ഗ്ലാസിലേക്ക് ഒടിച്ചുകൊണ്ട് കുടിക്കുന്ന എത്രയോ സഹോദരങ്ങളുണ്ട്. മകനും മകളും ഒക്കെ നോക്കിക്കൊണ്ട് നിൽക്കുന്നു. മകൻ പറയും, ഇപ്പൊ ഉപ്പാടെ റൂമിലേക്ക് പോണ്ട, ഉപ്പ അവിടെ വെള്ളം അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉമ്മച്ചി എവിടെ? ഉമ്മച്ചി സോഡ ഒഴിച്ചു കൊടുക്കാൻ പോയിരിക്കുകയാണ്. ഉമ്മാക്ക് ഇതൊന്നും വലിയ തെറ്റായിട്ട് തോന്നും. കാരണം എന്താ? ഇച്ചിരി പണമൊക്കെ വരുമ്പോ നമുക്ക് തോന്നും ചിലതൊക്കെ ഹലാലാണോ എന്ന് തോന്നും. ഇന്നലെ ഞാൻ പലിശയെക്കുറിച്ച് പ്രസംഗിച്ചല്ലോ. ഇന്ന് ഞാൻ വൈകുന്നേരം നോമ്പ് തുറക്കാൻ പോയ വീട്ടിലെ ഒരു സഹോദരൻ എന്നോട് സങ്കടത്തോടുകൂടി പറഞ്ഞതാ, ഉസ്താദേ, എന്റെ ഒരു പരിചയക്കാരനായ മുസ്തഫ എന്ന് പറയുന്ന സഹോദരൻ, അദ്ദേഹത്തിന്റെ ഭാര്യ, അവർ രണ്ടുപേരും കൂടി നാട്ടിൽ ചെയ്യുന്ന ഒരു സമ്പ്രദായം,
ഇന്നത്തെ പ്രഭാഷണം കേട്ടിട്ട് അദ്ദേഹം വളരെ സങ്കടത്തോടുകൂടി പറയുന്നു, അതെ, ലോൺ, പലിശയില്ലാത്ത ലോൺ. പാവപ്പെട്ട സഹോദരിമാർ സ്വർണം കൊണ്ട് തന്നാൽ 3 മാസത്തെ കാലാവധിക്ക് കാശ് അവർക്ക് കടം കൊടുക്കും. എന്നിട്ട് ആ തിരിച്ചു വരുമ്പോൾ പലിശയില്ലാതെ ആ കാശ് തരുമ്പോൾ സ്വർണം തിരിച്ചു കൊടുക്കുന്നു. എത്രയോ കുടുംബത്തിന് അതൊരു വലിയ സഹായമാണ്. അതൊരു വലിയ സഹായമാണ്. എനിക്കുള്ളത് എനിക്കും എന്റെ ഭാര്യയ്ക്കും എന്റെ മക്കൾക്കും എന്ന് പറഞ്ഞുകൊണ്ട് വീട്ടിന്റെ അകത്ത് തിന്നു കുടിച്ച് സുഖിച്ച് രസിച്ചാൽ സമുദായത്തിന്റെ സ്നേഹം നമുക്കുണ്ടാവുകയില്ല. നിങ്ങൾക്കറിയോ, ശിഹാബ് തങ്ങളെ കുറിച്ച് പലപ്പോഴും ഞാൻ ഓർത്തുപോയ ഒരു സംഭവമാണ്. KMCCക്ക് വേണ്ടി ആയതുകൊണ്ട് മാത്രം പറയുന്നതല്ല. ഞാനിപ്പോ പട്ടാമ്പിയിൽ കൊണ്ടൂർക്കരയിൽ 20,000-ലേറെ ജനങ്ങൾ കൂടിയ സദസ്സിൽ ഞാൻ പറഞ്ഞു പോയപ്പോൾ ബഹുമാനപ്പെട്ട പാണക്കാട് കുടുംബത്തിന്റെ ഇന്ന് മുനവ്വർ അലി തങ്ങളുമായി ഏറ്റവും അധികം ബന്ധമുള്ള ഒരു സഹോദരൻ കാലിൽ വീണ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞതാ, അങ്ങനെ 100 കണക്കിന് സംഭവം എനിക്കറിയാം ഉസ്താദേ. എന്താ? ബഹുമാനപ്പെട്ട സയ്യിദ് ശിഹാബ് തങ്ങള് റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ട ഒരു വലിയ പരിപാടിക്ക് പോയി. ആ സ്വീകരണം കഴിഞ്ഞപ്പോൾ വലിയ ഒരു സമ്മാനപ്പൊതി അദ്ദേഹത്തിന് കിട്ടി. വലിയൊരു സമ്മാനപ്പൊതി. തങ്ങന്മാര് പണം ആഗ്രഹിക്കുന്നവരല്ല. ഹൈദരലി തങ്ങളെ കാണാൻ വേണ്ടിയിട്ട് ഒരു ചൊവ്വാഴ്ച ദിവസം ഞാൻ അവിടെ ചെന്നപ്പോൾ വലിയ ക്യൂ ആണ്. ബഹുമാനപ്പെട്ട തങ്ങളരികിലേക്ക് വന്നു. എന്ത് ബഹുമാനപ്പെട്ടവർ എന്തെഴുതി കൊടുത്താലും ശിഫായാണല്ലോ. അതിന്റെ മുമ്പിൽ ഇങ്ങനെ എഴുതിക്കൊണ്ടിരുന്നപ്പോൾ വാങ്ങിയവർ ആ തങ്ങളുടെ പോക്കറ്റിലേക്ക് എന്തോ കാശ് വെച്ചു കൊടുക്കുന്നു. തങ്ങളത് നോക്കുന്നില്ല, തങ്ങളത് ശ്രദ്ധിക്കുന്നില്ല. പാണക്കാട് സയ്യിദ് ബഹുമാനപ്പെട്ട ശിഹാബ് തങ്ങൾ റളിയല്ലാഹു മർക്കദഹു അവர்கள் പരിപാടിക്ക് പോയി വലിയ ഒരു സമ്മാനം കിട്ടി. ആ വാഹനം ഓടിച്ച ഡ്രൈവറിനോട് കരഞ്ഞുകൊണ്ട് പറയുകയാണ്, ഉസ്താദേ, ആ സമ്മാനപ്പൊതി എന്തെന്ന് പോലും തങ്ങൾ നോക്കിയില്ല. അതിന്റെ അകത്ത് ധാരാളം കാശുണ്ടായെന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാണ്. കാരണം വലിയ ഒരു കോടീശ്വരന്റെ വീട്ടിലെ ഫംഗ്ഷന് പോയിട്ട് വന്നതാ. അതിന്റെ അകത്ത് സ്വർണ്ണമുണ്ടാകും എന്നുള്ള കാര്യം ഉറപ്പാ. ശിഹാബ് തങ്ങൾക്കും അത് ഉറപ്പാണ്. പക്ഷേ അത് എന്തെന്ന് നോക്കിയില്ല. ആ വാഹനം മുമ്പോട്ട് പോകുമ്പോൾ വഴിയിൽ എല്ലാവരെയും കൈ കാണിച്ചു നിർത്തിയിട്ട് പിരിക്കുന്ന ഒരു ഉമ്മ. വാഹനം ഇങ്ങനെ സിഗ്നലാകുമ്പോൾ റോഡിൽ ചില ഉമ്മമാര് പിരിവിന് വരാറുണ്ട്, ചില തള്ളമാര് പിരിവിന് നിൽക്കാറുണ്ട്. അങ്ങനെ തങ്ങളുടെ വാഹനമാണെന്നറിയാതെ ഒരു ഉമ്മ ഗ്ലാസ്സിൽ മുട്ടിയപ്പോൾ ശിഹാബ് തങ്ങളാണ്. എന്തെങ്കിലും തരണം, മോളെ കെട്ടിക്കാനുണ്ടെന്ന് പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, ഉസ്താദേ, ആ പുറകിലിരിക്കുന്ന സമ്മാനം, എനിക്ക് കിട്ടിയ സമ്മാനം അതുപോലെ എന്തെന്ന് പോലും എടുത്തു നോക്കാതെ ആ ഉമ്മയുടെ കയ്യിലേക്ക് എടുത്തു വെച്ചു കൊടുത്തപ്പോൾ അത് അവർക്കല്ലാതെ ലോകത്താർക്കാണ് പ്രിയമുള്ളവരെ സാധിക്കുന്നത്? അവർക്കല്ലാതെ ആർക്കാണ് സാധിക്കുന്നത്? ഞാൻ പറയുന്നു, ഇവിടെയുള്ള KMCCയുടെ പ്രവർത്തകരെല്ലാം അവിടെ സിയാറത്ത് നടത്തിയവരാണോ എന്ന് എനിക്കറിയില്ല. ഇല്ലെങ്കിൽ നിർബന്ധമായും ഇനി ഒരു ലീവിന് നിങ്ങൾ നാട്ടിലേക്ക് പോയാൽ ആദ്യം പോകേണ്ടത് ആ മഹാനവറുകളുടെ മക്കാമിന്റെ മുമ്പിലായിരിക്കണം. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ, അള്ളാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ. അവരുടെ തണലും തലോടലും മാനുഷിക സ്നേഹവും എന്നും അള്ളാഹു പടച്ച തമ്പുരാൻ നമുക്കേവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, മക്കളുടെ മുമ്പ് വെച്ച് തിന്മ പ്രവർത്തിക്കരുത്. നാം ചെയ്യുന്ന നന്മ നമ്മുടെ മക്കൾ കാണണം. നന്മ കാണണം നമ്മുടെ മക്കൾ. പലിശ നമ്മൾ പറയില്ലേ, ഈ മാസത്തെ പലിശ നീ കൊണ്ട് കൊടുക്കണമെന്ന് പറഞ്ഞ് മോന്റെ കയ്യിലേക്ക് കൊടുക്കുമ്പോൾ മകന് പിന്നീട് ഭാവിയിൽ കാശിന് ആവശ്യം വരുമ്പോൾ ആ പ്രിയപ്പെട്ട മകനും ആ പലിശക്കാരന്റെ മുമ്പിലേക്ക് പോകും. ഒരിക്കലും നമ്മൾ അങ്ങനെ ചെയ്തു കൊടുക്കരുത്. റമളാൻ മാസത്തിന്റെ രാത്രിയിൽ പോലും സമാധാനം കിട്ടാത്ത ഖബറാണ് പലിശക്കാരുടെ ഖബർ. അത് മറന്നു പോകരുത്. അതുകൊണ്ട് മക്കളുടെ മുമ്പ് വെച്ച് തിന്മ പ്രവർത്തിക്കരുത്. സിഗരറ്റ് വലിക്കുമ്പോൾ, കള്ളു കുടിക്കുമ്പോൾ, ചീത്ത വിളിക്കുമ്പോൾ, വ്യഭിചാരത്തിന് വേണ്ടി ഇറങ്ങി പുറപ്പെടുമ്പോൾ, പലിശയുമായി ബന്ധപ്പെടുമ്പോൾ, ഹറാമ് തിന്നുമ്പോൾ, ഹറാമ് കുടിക്കുമ്പോൾ, ഹറാമ് ചെയ്യുമ്പോൾ, എന്റെ പ്രിയമുള്ളവരെ, ഒരിക്കലും നമ്മുടെ മക്കളെ നമ്മൾ സാക്ഷിയാക്കരുത്. എന്ന് പറഞ്ഞാൽ മക്കളില്ലാതെ ചെയ്യാം എന്നതിനർത്ഥമില്ല. മക്കളില്ലെങ്കിൽ അത് ചെയ്യാമെന്നതിനർത്ഥമില്ല. ബഹുമാനപ്പെട്ട ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിക ഭരണാധികാരിയായിരിക്കുമ്പോൾ തന്റെ പ്രിയപ്പെട്ട കുടുംബത്തിന് സർവ്വവിധ സഹാരങ്ങളും കിട്ടുമെന്ന് അവര് മനസ്സുകൊണ്ട് കൊതിച്ചുപോയി, മോഹിച്ചുപോയി. തന്റെ പൊന്നുമകൻ പട്ടിണിയാണ്, തന്റെ ഭാര്യ പട്ടിണിയാണ്, കുടുംബം പട്ടിണിയാണ്. മകൻ കരഞ്ഞുകൊണ്ട് ഉമ്മയോട് ചോദിക്കുന്നു, ഉമ്മാ, ഞാനൊരു ഭരണാധികാരിയുടെ മകനല്ലേ ഉമ്മ, എനിക്ക് വിശന്ന് വലഞ്ഞു പോവുകയാണ്, എനിക്ക് ഭക്ഷണം കഴിക്കാനില്ലല്ലോ, ഞാൻ എന്ത് ചെയ്യണമെന്നറിയാതെ പൊട്ടിക്കരഞ്ഞു പോയപ്പോ ഉമ്മ പറഞ്ഞു, മോനെ, വാപ്പ പള്ളിയുടെ പുറം ഭാഗത്ത് പാവപ്പെട്ടവർക്ക് ഭക്ഷണം വിളമ്പിക്കൊടുക്കുന്നുണ്ട്, ഒരു പാത്രവും കൊണ്ട് അവിടെ പോയി നിന്നാൽ ഈ നാട്ടിലെ ഏറ്റവും വലിയ പാവപ്പെട്ടവൻ നീയാണെന്ന് പറഞ്ഞാൽ നിനക്കെന്റെ പ്രിയപ്പെട്ട പൊന്നുമോനെ ഉപ്പച്ചി ഭക്ഷണം തരുമടാ.
ഉമർ ബിൻ അബ്ദുൽ അസീസ് രണ്ടാം ഉമർ എന്നറിയപ്പെട്ട ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രമാണ്. പൊന്നുമകനോട് പറഞ്ഞു, മോനെ പട്ടിണിയാണെങ്കിൽ ഉപ്പാന്റെ അടുത്ത് പോയി ചോദിക്കും, ഉപ്പ പാവപ്പെട്ടവർക്ക് പള്ളിയിൽ ഭക്ഷണം കൊടുക്കുന്നുണ്ട്. അവിടെ ചെന്നു ക്യൂവിൽ നിൽക്കുകയാണ്. പാവപ്പെട്ടവർ നിൽക്കുന്ന ക്യൂവിൽ ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ പൊന്നുമകനും നിന്നുവത്രേ. നിന്നപ്പോൾ ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ദൂരത്ത് നിന്ന് കണ്ടു, തന്റെ മകൻ ക്യൂവിൽ നിൽക്കുന്നത് കണ്ടു. ആ സമയത്ത് ബഹുമാനപ്പെട്ട ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു ഓടി ചെല്ലുകയാണ്. തന്റെ പൊന്നുമോനോട് പറയുന്ന, മോനെ ഇത് നാട്ടിലെ പാവപ്പെട്ടവർക്കുള്ളതാണ്, കഷ്ടപ്പെടുന്നവർക്കുള്ളതാണ്, പട്ടിണി കിടക്കുന്നവർക്കുള്ളതാണ്. അതുകൊണ്ട് പൊന്നുമോനെ അവരെല്ലാം കഴിച്ചു തീർന്നതിന് ശേഷമല്ലാതെ നിനക്കിത് തരൂല മോനെ എന്ന് പറഞ്ഞുകൊണ്ട്, ഉപ്പാ എനിക്ക് വിശന്നു പോയത് കൊണ്ട് വന്നതാ, ഉപ്പാ എനിക്ക് വിശപ്പ് സഹിക്കാനാകാത്തത് കൊണ്ട് വന്നതാ. ഇതൊന്നും ആര് കേട്ടില്ല? ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു കേട്ടിട്ടില്ല. ആ പൊന്നുമോനെ പറഞ്ഞു വിടുകയാണ്. എന്തുകൊണ്ട് പൊതുമുതൽ കൈകാര്യം ചെയ്യുന്നതിന്റെ സൂക്ഷ്മത എന്റെ മകൻ തിരിച്ചറിയണമല്ലോ, എന്റെ പൊന്നുമകൻ തിരിച്ചറിയണമല്ലോ എന്ന ബോധമാണ് ചെയ്യിപ്പിച്ചു പോയതെങ്കിൽ ഇന്ന് പല സ്ഥലത്തും മക്കൾ നന്നായാലും ഉപ്പമാര് നന്നാവലില്ല. ഒരു സ്ഥലത്ത് വാപ്പയെ അടിക്കാൻ വേണ്ടി മക്കൾ തീരുമാനിച്ചു. വാപ്പയെ കൊണ്ട് പൊറുതിമുട്ടി. ജ്യേഷ്ഠൻ വാപ്പച്ചിയെ അടിക്കാൻ പോയപ്പോ അനുജൻ കയറി കയ്യിൽ ഇങ്ങനെ പിടിച്ചിട്ട് പറഞ്ഞു, അടിക്കരുത്, നമ്മുടെ ഉപ്പയാണ്, ഒന്നുമല്ലെങ്കിലും നമ്മുടെ വയസ്സിന് മൂത്തതല്ലേ. അപ്പോ ജ്യേഷ്ഠൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ എന്റെയും നിന്റെയും വയസ്സ് നമുക്ക് ഒരുമിച്ച് കൂട്ടി നോക്കാം, ഒരു വയസ്സെങ്കിലും ഉപ്പാക്ക് കുറവാണെങ്കിൽ നമുക്ക് രണ്ടുപേർക്കും കൂടി അടിക്കാന്ന് പറഞ്ഞു. ഇങ്ങനെ പറയുന്നത് വെറും തമാശയിൽ. അത്രത്തോളം മക്കൾ ഗതികെട്ടുപോയി. കള്ളുകുടിയും അതും ഇതുമൊക്കെ ആയിട്ട് മക്കളുടെ ഇസ്ലാമിയത്ത് തന്നെ വാപ്പ കാരണം നഷ്ടപ്പെടുമെന്ന് പേടിച്ചുപോയി. അവസാനം രണ്ടു മക്കളും കൂടി വാപ്പയെ തല്ലി. വയസ്സ് കൂട്ടി നോക്കിയപ്പോ വാപ്പാക്ക് 2 വയസ്സ് കുറവാ. 2 മക്കളും കൂടി എന്റെ പ്രിയപ്പെട്ടവരെ വാപ്പയെ തല്ലിയിട്ട് അവശനായ വാപ്പയെ ചുമന്നുകൊണ്ട് വീടിന് പുറത്തേക്ക് എറിയാൻ പോയപ്പോ ഉപ്പ പറഞ്ഞു, മോനെ എന്നെ പുറത്തേക്ക് എറിയരുത്, എന്നെ വീട്ടിന്റെ കാമ്പൗണ്ടിൽ ഇട്ടാൽ മതി. മക്കൾ ചോദിച്ചു, അതെന്തേ? ഞാൻ എന്റെ വാപ്പായെ അടിച്ചത് കാമ്പൗണ്ടിലിട്ടാണ്, അതുകൊണ്ട് എന്നെ പുറത്തെറിയണ്ട. നീ നിന്റെ വാപ്പാക്ക് കൊടുത്തിട്ട് നിന്റെ മക്കൾ നിനക്ക് തരികയാണ്. ഇതാണ് കാലം പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് നമ്മുടെ ബൈത്തുർ റഹ്മയുടെ കവറുകൾ ഇൻഷാ അല്ലാഹ് കഴിയുന്ന സഹായം ചെയ്തുകൊണ്ട് അതിലേക്ക് തിരികെ ഏൽപ്പിക്കണം. 50 ലക്ഷം രൂപയുടെ ബഡ്ജറ്റാണ്. അള്ളാഹു വിജയിപ്പിച്ചു കൊടുക്കട്ടെ, അള്ളാഹു രക്ഷപ്പെടുത്തട്ടെ. അള്ളാഹു ആ പാവപ്പെട്ടവർക്ക് കിട്ടുന്ന വീട്ടിൽ എന്നും അവർ ദുആ ചെയ്യുമ്പോൾ സലാത്തിലും അതിന്റെ പുണ്യം ഒരു നാണയത്തൊട്ടെങ്കിലും സഹായിച്ചവർക്ക് അള്ളാഹു കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ നമ്മുടെ മക്കളുടെ മുമ്പ് വെച്ച് തിന്മ പ്രവർത്തിക്കരുത്. നമ്മുടെ മക്കളെന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിശക്തിയുള്ളവരാണ്, നിസാരന്മാരല്ല, അവർ വലിയ ബുദ്ധിശക്തിയുള്ളവരാണ്, തന്ത്രശാലികളാണ്. പഴയകാലത്തെ മക്കളല്ല ഇന്ന്. കുഞ്ഞ് പ്രായം പോലെ. ഇപ്പൊ എന്നോടൊരു സഹോദരൻ പറഞ്ഞതാ, ഉസ്താദേ ഞാനൊരു മോനെ കണ്ടു, ഞാൻ റുക്കൂയിലേക്ക് പോയപ്പോൾ അവൻ അടിയിലൂടെ വന്നിട്ട് ചോദിച്ചു, ഇവിടെ എന്തെടുക്കാണ്? റുക്കൂയിലേക്ക് പോയപ്പോൾ അതിന്റെ അടിയിലൂടെ വന്നിട്ട് ചോദിച്ചു, ഇവിടെ എന്തെടുക്കാണെന്ന് ചോദിച്ചു. നിസ്കാരം പൂർത്തിയായിട്ട് അവനെ വിളിച്ചിട്ട് പറഞ്ഞു, എന്താടാ നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നിന്റെ ഈ പരിപാടി? ആ സമയത്ത് ആ മകൻ ചോദിച്ചു, നിസ്കരിച്ചുകൊണ്ടിരുന്നപ്പോ നീ എന്തിനാ എന്നെ നോക്കിയതെന്നാ. കണ്ടോ? അപ്പൊ ആർക്കാണ് തെറ്റുപറ്റിയത്? നിസ്കരിച്ചവനാണോ ഈ മകനാണോ? ഞാൻ പല ഗൗരവവും കാണിക്കും, നിസ്കരിച്ചപ്പോ നീ എന്തിനാ എന്നെ നോക്കിയത്? ഇതാണ് നമ്മുടെ മക്കൾ. ആ മക്കളുടെ മനസ്സിലേക്ക് ഏറ്റവും നല്ല നന്മകൾ ഇട്ടുകൊടുക്കണം. നിങ്ങൾക്കറിയുമോ, ലോകത്തിന്റെ നായകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖാദിമായി സേവനം ചെയ്ത അനസ് റളിയല്ലാഹു തആല അൻഹു, സുബ്ഹാനല്ലാഹ്, അവരുടെ ഗുരുത്വവും പൊരുത്തവും ഞങ്ങൾക്ക് തരണേ അല്ലാഹ്. അനസ് റളിയല്ലാഹു തആല അൻഹു ഇസ്ലാമിക ചരിത്രത്തിൽ ഏറ്റവും അധികം അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെ സഹകരിച്ച വ്യക്തിയാണ്. ഈ ലോകത്തിൽ നിന്ന് വിട പറയുമ്പോൾ അനസ് റളിയല്ലാഹു തആല അൻഹു പറയുകയാ, എന്റെ ഹബീബിന്റെ മണം എന്റെ മുമ്പിലേക്ക് വരികയാണ്. സുബ്ഹാനല്ലാഹ്, ലോകത്തിന്റെ നായകൻ വഫാത്തായതിനു ശേഷം 80ഓളം വർഷം ജീവിച്ചിരുന്ന അനസ് റളിയല്ലാഹു അൻഹു പറയുകയാ, ഞാൻ മരണപ്പെടാൻ പോവുകയാണ്. ഈ സമയത്തിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുഗന്ധം അടിച്ചു വീശുകയാണ്. വല്ലാത്ത രസമാണ്, വല്ലാത്ത ആനന്ദമാണ്, വല്ലാത്ത അനുഭൂതിയാണ്. അല്ലാഹുവേ, ആ മദീനയുടെ സുഗന്ധം ഞങ്ങൾ മരിക്കുമ്പോ ഞങ്ങൾക്ക് തരണ റബ്ബേ. റൗളാ ശരീഫിന്റെ എന്തോ ഒരു സുഗന്ധമാണ്. ജന്നത്തുൽ ബഖീന്റെ ഭാഗത്ത് നിൽക്കുമ്പോ എന്തോ ഒരു വല്ലാത്ത സുഗന്ധമാണ്. ആ സുഗന്ധം ഞങ്ങൾ മരിക്കുമ്പോ അല്ലാഹുവേ ഞങ്ങൾക്ക് തരണേ തമ്പുരാനെ, ഞങ്ങൾക്ക് തരണേ റഹ്മാനെ. അനസ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, അല്ലാഹുവിന്റെ ഹബീബ് കാണിച്ചു തന്ന ജീവിതത്തിന്റെ സുഗന്ധമുണ്ടല്ലോ, ഓരോ സഹാബിയും മാതൃകയാക്കിയതാണ്, ഓരോ മക്കളും മാതൃകയാക്കിയതാണ്. ഞാനും നിങ്ങളും അങ്ങനെ ചെയ്യുമ്പോഴാണ് നമ്മുടെ ഖബറിലേക്ക് നമ്മുടെ മക്കൾ പ്രാർത്ഥനകളുമായി കടന്നു വരുന്നത്, ദുആയുമായി കടന്നു വരുന്നത്. നമ്മുടെ പ്രിയപ്പെട്ട ഖബറിന്റെ ചാരെ അരുമ മക്കൾ വന്നിരുന്നുകൊണ്ട് സങ്കടത്തോടുകൂടി പൊട്ടിക്കരഞ്ഞുകൊണ്ട് അല്ലാഹുമ്മ ഗ്ഫിർലി അബീ, എന്റെ ഉപ്പാക്ക് പുറത്തു കൊടുക്കണേ അല്ലാ എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് അൽഹംദുലില്ലാഹ് നമ്മുടെ മക്കളെ ഇൻഷാ അല്ലാഹ് നമ്മൾ എത്തിക്കണം. അല്ലാഹു തൗഫീഖ് തരുമാറാകട്ടെ. അതിന് എന്താണ് ചെയ്യേണ്ടത്? ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇൻഷാ അല്ലാഹ് ഗൗരവത്തോടു കൂടി ശ്രദ്ധിക്കണം. ഇനി അവസാനം ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, മക്കളെ പരസ്പരം നമ്മൾ അസൂയയുള്ളവരാക്കി മാറ്റരുത്. മക്കളെ വളർത്തിക്കൊണ്ട് വരുമ്പോൾ അനുജന് ചോറ് വെച്ചു കൊടുത്ത് വാ തുറന്നില്ലെങ്കിൽ ഇപ്പൊ ഇക്കാക്ക് കൊടുക്കും എന്ന് പറഞ്ഞുകൊണ്ട് വിരട്ടുമ്പോൾ അവൻ ഇക്കയോട് വെറുപ്പുള്ളവനാകും. പിന്നെ ഒന്നും കൂടപ്പിറപ്പിന് കൊടുക്കുന്ന ഒരവസ്ഥയിലേക്ക് അവൻ എത്തുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം അവസ്ഥയെ തൊട്ട് നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇതൊക്കെ കഴിഞ്ഞാൽ അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഒരു മനുഷ്യൻ ഈ ലോകത്തിൽ നിന്ന് വിട പറഞ്ഞു പോയാൽ അവന് കിട്ടുന്ന വിലപിടിപ്പുള്ള സമ്മാനങ്ങളിൽ ഏറ്റവും വലിയ വിലമതിക്കാനാകാത്ത സമ്മാനം വലദുൻ സ്വാലിഹുൻ യദ്ഉ ലഹു, അവന് വേണ്ടി ദുആ ചെയ്യുന്ന സന്താനമാണ്. അവന് വേണ്ടി ദുആ ചെയ്യുന്ന സന്താനമാണ്. നമുക്ക് വേണ്ടി നമ്മുടെ മക്കൾ മനസ്സിൽ തട്ടി ദുആ ചെയ്യണം. ഡ്യൂപ്ലിക്കേറ്റ് അല്ല. ജനങ്ങൾ എന്തു പറയും എന്ന് കരുതിയിട്ടല്ല നമുക്ക് വേണ്ടി ദിക്ർ നടത്തേണ്ടത് നമ്മുടെ മക്കൾ. ജനങ്ങൾ എന്തു പറയും, ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് കാശുണ്ടാക്കി പണമുണ്ടാക്കി, എന്റെ ഉപ്പ എന്നെ ഒരുപാട് വളർത്തി, ഒരുപാട് കൊട്ടാരം വെച്ചു തന്നു, ഒരുപാട് സന്തോഷിപ്പിച്ചു, അതുകൊണ്ട് എന്റെ ഉപ്പാക്ക് വേണ്ടി ദിക്ർ നടത്തിയില്ലെങ്കിൽ ജനങ്ങൾ എന്തു പറയും എന്ന് കരുതിയിട്ടാകരുത് എന്റെ പ്രിയമുള്ളവരെ നമ്മുടെ ഖബറിലേക്ക് നമ്മുടെ മക്കൾ വരേണ്ടത്. ഓരോ രാത്രിയും മരണപ്പെട്ടു കഴിഞ്ഞാൽ ഓരോ രാത്രിയും ഏറ്റവും വലിയ സന്തോഷം നമുക്കുണ്ടാകുന്നത് മരിക്കുന്ന സമയം നമ്മുടെ മക്കൾ നമ്മുടെ അരികിലുണ്ടെങ്കിലാണ്. നല്ല ഉപ്പയും നല്ല മക്കളുമാണെങ്കിൽ ഒരിക്കലും അവർ അകന്നു പോവുകയില്ല. മരണസമയം ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ മക്കൾ നമ്മുടെ അരികിൽ വരും. റൂഹ് പിടിക്കാൻ അസ്രായീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഒറ്റയ്ക്കാണോ വരുന്നത്? കൂടെ വേറെ മലക്കുകൾ ഉണ്ടാകുമോ? ഒറ്റയ്ക്കാണോ വരുന്നത്? ആണോ? അറിയില്ല. ഒറ്റയ്ക്കല്ല വരുന്നത്. 500ഓളം മലക്കുകൾ അസ്രായീൽ അലൈഹിസ്സലാമിന്റെ കൂടെ ഉണ്ടാകുമെന്നാണ്. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ലോകത്ത് പിടയ്ക്കാതെ മരിക്കുന്ന ഒരേ ഒരു ശരീരം മനുഷ്യ ശരീരം മാത്രമാണ്. അവൻ പിടയ്ക്കുകയില്ല. കഴുത്തറുത്തിട്ടാലും പിടയ്ക്കുകയില്ല. തൂക്കിക്കൊല്ലുന്നത് കണ്ടിട്ടില്ലേ? തൂക്കിക്കൊല്ലുമ്പോൾ പിടയ്ക്കുകയില്ല അവൻ. പിന്നെ അവന്റെ കൈകൊണ്ട് വേദന അസഹ്യമാകുമ്പോൾ ഒന്ന് ശരീരത്തിന്റെ ഭാഗം ഇങ്ങനെ മാന്തി പിളർക്കുകയല്ലാതെ പിടയ്ക്കുകയില്ല. കോഴിയെ അറുത്തിട്ടാൽ പിടയ്ക്കും, ആടിനെ അറുത്തിട്ടാൽ പിടയ്ക്കും, മാടിനെ അറുത്തിട്ടാൽ പിടയ്ക്കും. മനുഷ്യന്റെ കഴുത്തറുത്താൽ പിടയ്ക്കുകയില്ല. മനുഷ്യൻ വാഹനം കയറി ചതഞ്ഞെറിഞ്ഞാൽ പിടയ്ക്കുകയില്ല. മനുഷ്യൻ ഐസിയുയിൽ കിടന്നു മരിച്ചാൽ പിടയ്ക്കുകയില്ല. ആരോഗ്യത്തോടുകൂടി ജീവിച്ച് പെട്ടെന്ന് അറ്റാക്ക് വന്നു മറഞ്ഞു വീണാലും അവൻ പിടയ്ക്കുകയില്ല. എന്തേ മനുഷ്യൻ മരിക്കുമ്പോൾ പിടയ്ക്കാത്തത്? ചിന്തിച്ചിട്ടുണ്ടോ? എന്റെ സഹോദരങ്ങളെ, എന്ത് പിടയ്ക്കാത്തതെന്നറിയോ? 500 മലക്കുകൾ 50 മലക്കുകൾ തള്ളവിരൽ മുതൽ മുട്ടുവരെ റൂഹ് പിടിക്കുന്നത് 50 മലക്കുകളാണ്. മുട്ടുമുതൽ തുടവരെയുള്ള റൂഹ് പിടിക്കുന്ന 50 മലക്കുകളാണ്. മനുഷ്യൻ പിടയ്ക്കുമായിരുന്നെങ്കിൽ ഏറ്റവും അധികം പിടഞ്ഞു മരിക്കുന്നത് മനുഷ്യനായിരിക്കും പ്രിയപ്പെട്ടവരെ. കാരണം അവന്റെ ആത്മാവ് ഊരിയെടുക്കാനാണ് വലിയ പ്രയാസം.
അവന്റെ ആത്മാവ് പെട്ടെന്ന് ഊരിയെടുക്കാൻ സാധിക്കില്ല. 500 മലക്കുകളാണ് അസ്രായീലിന്റെ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കൂടെ വരിക. എന്നിട്ടോ 500 മലക്കുകൾ റൂഹ് പിടിച്ചു കഴിഞ്ഞ് അസ്രായീൽ അലൈഹിസ്സലാമാണ് തൊണ്ടക്കുഴിയിൽ നിന്ന് റൂഹ് വലിച്ചൂരുന്നത്. ആ സമയത്ത് ബാക്കിയുള്ള 500 മലക്കുകളും മനുഷ്യന്റെ കൈയും കാലുമൊക്കെ അമർത്തി താഴ്ത്തി പിടിച്ചിരിക്കുമെന്ന പിടയ്ക്കാതിരിക്കാൻ. ഒരു മനുഷ്യനെ ഈ മലക്കുകൾ പിടിച്ചില്ലെങ്കിൽ അവൻ പിടയ്ക്കുന്നത് കണ്ട് 500-ലധികം മനുഷ്യർ മരിച്ചു പോകുമെന്നാണ്. അല്ലാഹു നമ്മെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട ഗൾഫുകാരാ, ദുനിയാവും ആഖിറവും നീ നഷ്ടപ്പെടുത്തി കളയരുത്. നിന്റെ മകൻ അരികിൽ വന്നിരുന്നു കൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് നിനക്ക് പറഞ്ഞു തരുമ്പോൾ അവൻ ഈമാനുള്ളവരായിരിക്കണം. അവൻ വെള്ളം ഉപ്പാടെ വായിലേക്ക് ഒഴിച്ചു തരുമ്പോൾ അവൻ മനസ്സുകൊണ്ട് ചിന്തിക്കണം, അല്ലാഹുവേ, എന്നെ ഞാനാക്കിയ എന്റെ ഉപ്പയാണ്, എന്നെ സലാത്ത് ചൊല്ലിപ്പിച്ച, നിസ്കാരം പഠിപ്പിച്ച, ഖുർആൻ ഓതാൻ പഠിപ്പിച്ച എന്റെ പ്രിയപ്പെട്ട ഉപ്പയാണ്. അതുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന മകൻ പറയുമ്പോൾ അറിയാതെ നമ്മൾ പറഞ്ഞു പോകും. ഇല്ലാതെ കള്ളുകുടിച്ച് ലഹരി ചുണ്ടിൽ തിരികെ വെച്ചുകൊണ്ട് മരിച്ചു കിടക്കുന്ന ഉപ്പാന്റെ നെഞ്ചത്ത് ചവിട്ടി ബാക്കിയുള്ള വസ്തുവിന്റെ കണക്ക് ചോദിക്കാനാണ് നിന്റെ മകൻ വരുന്നതെങ്കിൽ എന്റെ പ്രിയമുള്ള പ്രവാസികളെ, ദുനിയാവും ആഖിറവും നിനക്ക് നഷ്ടമാണ്. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ആ പൊന്നുമോന്റെ ദുആ നിനക്ക് വേണം. നിന്റെ മയ്യത്ത് കൊണ്ടുപോയി പള്ളിയിൽ വെക്കുമല്ലോ. മയ്യത്ത് കൊണ്ടുപോയി പള്ളിയിൽ വെക്കുമ്പോ ബഹുമാനപ്പെട്ട ഇമാം അവറുകൾ, നമ്മുടെയൊക്കെ നാട്ടിലുള്ള ഒരു ശൈലിയാണ്, ആ മയ്യത്ത് വെച്ചുകൊണ്ട് ഇമാം അവറുകൾ പറയും, ഈ പ്രിയപ്പെട്ട പിതാവിന്റെ മയ്യത്ത് നിസ്കാരം നടത്താൻ പോവുകയാണ്. എന്തെങ്കിലും വാക്കുകൊണ്ടോ മറ്റോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും പൊരുത്തപ്പെട്ടു കൊടുക്കണം. സാമ്പത്തിക ഇടപാട് വല്ലതും ബാധ്യത വല്ലതും ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ മകൻ, മൂത്ത മകൻ അബൂദാബിയിൽ നിന്ന് വന്നിട്ടുണ്ട്, അവനുമായി ബന്ധപ്പെടണം. ഇങ്ങനെ പറയും ഉസ്താദ്. ആകെ 30 പേര് മയ്യത്ത് നിസ്കരിക്കാനുണ്ടാകും. വാപ്പ പൈസ ഇടപാട് നടത്തിയവരൊക്കെ വെളിയിൽ കിടക്കാൻ, ആരും നിസ്കരിക്കാൻ വന്നിട്ടില്ല. ഈ മകൻ ഉപ്പയുടെ കടം തീർക്കുമോ? നമ്മളൊക്കെ കടബാധ്യതയുള്ളവരാണ്. 10 കൊല്ലം ഗൾഫിൽ നിന്നിട്ടും ഒരു വീട് വെക്കാൻ കഴിഞ്ഞിട്ടില്ല ഉസ്താദേ. 20 കൊല്ലം വിദേശ രാജ്യത്ത് കിടന്ന് കഷ്ടപ്പെട്ടിട്ടും ഇന്ന് വരെ ഒരു കിടക്കാടമായിട്ടില്ല ഉസ്താദേ എന്ന് പറഞ്ഞുകൊണ്ട് തീരാത്ത കടങ്ങളുടെ കറ പറഞ്ഞുകൊണ്ട് സങ്കടപ്പെടുന്ന എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ കടം തീർക്കാൻ നമ്മുടെ മക്കളെ കൊണ്ട് സാധിക്കുമോ? നിങ്ങൾ ചിന്തിക്ക്. കടം തീരാതെ ഒരു മയ്യത്ത്